ജ്യാമിതിയും ബീജഗണിതവും ജോമെട്രി ആൻഡ് ആൽജിബ്ര നമ്മുടെ 10ാം ക്ലാസ് മാത്സിലെ 11ാമത്തെ പാഠമാണ്. ആ പാഠം കൂടി നമുക്ക് എന്തിലുണ്ടാവും? ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ 4ാമത്തെ പാർട്ട് വീഡിയോ ആണ്. ഏത്? ക്രിസ്മസ് എക്സാമിന് വരുന്ന മോഡൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സിന്റെ 4ാമത്തെ പാർട്ട് വീഡിയോ ആണ്. ട്രിഗണോമെട്രി അഥവാ ത്രികോണമിതി, കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ എന്നിവ കഴിഞ്ഞിട്ട് കോർഡിനേറ്റ്സിന്റെ തുടർച്ച എന്നുള്ള രീതിയിലാണ് ഞാൻ ഇപ്പോൾ ജോമെട്രി ആൻഡ് ആൽജിബ്ര ചെയ്യുന്നത്. നമ്മൾ എല്ലാ പ്രാവശ്യവും ചെയ്യുന്ന പോലെ ആദ്യം എന്ത് ചെയ്യാം? ഓരോ ബേസിക് കണ്ടന്റ് പറഞ്ഞ് അതിലെ ആശയങ്ങൾ മനസ്സിലാക്കിയ ശേഷം ചോദ്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഈ പാഠത്തിലെ 1ാമത്തെ ആശയം എന്ന് പറയുന്നതാണ് സാമാന്തരികം. സാമാന്തരികം അഥവാ പാരലലോഗ്രാം. പാരലലോഗ്രാം ഇവിടെ വരുന്ന ആദ്യത്തെ കാര്യമാണ് ഇത്. ഈ പാഠം കറക്റ്റ് നമ്മുടെ 7ാമത്തെ പാഠത്തിന്റെ തുടർച്ചയാണെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അല്ലേ? അങ്ങനെ പറയാനുള്ള കാരണം ഇപ്പൊ പറഞ്ഞുതരാം. എന്താന്ന് വെച്ചാൽ നമ്മുടെ 7ാമത്തെ പാഠത്തില് ആ ക്ലാസ് കണ്ടവർക്കറിയാം, അല്ലെങ്കിൽ ആ ക്ലാസ് സ്കൂളിനോ ട്യൂഷനോ കേട്ട് പഠിച്ചവർക്കറിയാം. അവിടെ നമ്മൾ പലതരത്തില് ചതുരങ്ങൾ അഥവാ റെക്റ്റാങ്കിള്, സ്ക്വയർ ഇതിനെയൊക്കെ പറ്റി പഠിച്ചിട്ടുണ്ട്. എങ്ങനെ? ഇപ്പൊ ഒരു റെക്റ്റാങ്കിളിന്റെ ഒരു കോർഡിനേറ്റ് തരും, ഇങ്ങനെ എന്ന് വിചാരിക്കാം, എന്നിട്ട് മറ്റ് 2 കണ്ടുപിടിക്കാം അല്ലെ? ഇങ്ങനത്തെ ചോദ്യങ്ങളുണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ എന്തുണ്ടാവും? ആക്സിസ് ഉണ്ടാവും, എക്സ് വൈ ഇങ്ങനെ ഉണ്ടാവാനും സാധ്യതയുണ്ട് അല്ലെ? ഇങ്ങനെ നമ്മൾ റെക്റ്റാങ്കിളിന്റെ പല രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മൾ എവിടെ കണ്ടിട്ടുണ്ട്? 7ാമത്തെ പാഠത്തിൽ കണ്ടിട്ടുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നാ നമുക്ക് നോക്കിയാലോ എന്താ ഈ പാഠത്തിൽ പറയുന്നത്. ഇപ്പോ ഇങ്ങനെ ഒരു പാരലലോഗ്രാം ഉണ്ട്. നമുക്ക് എന്ത് ചോദ്യം വരാം? ഇപ്പൊ ഇവിടെ ഒരു കോർഡിനേറ്റ് തന്നു, ഇവിടെ വേറെ എന്തെങ്കിലും തന്നു. ഓക്കെ, ഇവിടെ അതുമല്ല വേറെ ഏതോ ഒന്ന് തന്നു, ഇങ്ങനെ തന്നു എന്ന് വിചാരിക്കാം. എന്നിട്ട് നമ്മളോട് എന്ത് പറയും? ഈ 4ാമത്തെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ പറയും. 4ാമത്തെ വെർട്ടെക്സിന്റെ കോർഡിനേറ്റ്, 4ാമത്തെ മൂലയുടെ സൂചക സംഖ്യ കണ്ടുപിടിക്കാൻ നമ്മളോട് പറയാനുള്ള സാധ്യത ഉണ്ട്. ഇതാണ് ഇവിടുന്ന് വരുന്ന ആദ്യത്തെ കാര്യം. അല്ലെങ്കിൽ സാമാന്തരികത്തെ പറ്റി നമ്മൾ ഇവിടെ പഠിക്കുന്ന ഒരേ ഒരു കാര്യം എന്താണ്? 3 മൂലകൾ തന്നിട്ട് 4ാമത്തെ മൂല കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ? അപ്പോ അതെങ്ങനെ ചെയ്യാം? അതിനു വേണ്ടി ഇനി ഞാൻ പറയുന്ന സ്റ്റെപ്പ് ഫോളോ ചെയ്യാം. ഓക്കെ, ശ്രദ്ധിച്ച് കേട്ടോണേ. അതായത് നമ്മുടെ ഒരു പാരലലോഗ്രാം സാമാന്തരികം ഉണ്ടെന്ന് വിചാരിക്കാം. അതിന്റെ ഏതെങ്കിലും 3 കോർഡിനേറ്റ് തന്നു വിചാരിക്കുക. ഏതെങ്കിലും 3 വെർട്ടെക്സിന്റെ കോർഡിനേറ്റ്, ഏതെങ്കിലും 3 മൂലകളുടെ സൂചക സംഖ്യകൾ തന്നു വിചാരിച്ചല്ലോ. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ തരും കേട്ടോ, എന്തായാലും തരും. നമ്മൾ ആദ്യം ചെയ്യുന്ന പരിപാടി എന്താ അറിയോ? നമ്മൾ ഏറ്റവും ഇടതുവശത്ത് നമ്മളെ x1 y1 എന്നെടുക്കണം. എന്തെടുക്കണം? x1 y1. എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം? ഒറ്റ കാര്യമുള്ളൂ. താഴത്ത് ഇടതുവശത്ത് x1 y1 അത്ര മാത്രം ആലോചിക്കാം. താഴത്ത് വലതുവശത്ത് x2 y2, താഴത്ത് മുകളിൽ x3 y3, ലാസ്റ്റ് മുകളിൽ വലതുവശത്ത് x3 y3, മുകളിൽ ഇടതുവശത്ത് x4 y4. ഇനി ഇവിടെ നിന്ന് സാമാന്തരികവുമായി ബന്ധപ്പെട്ട് പാരലലോഗ്രാമുമായി ബന്ധപ്പെട്ട് എന്ത് ചോദ്യം ചോദിച്ചാലും ഈ ഓർഡറിൽ എഴുതി വെക്കണം. ഓക്കെ ആണോ? ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി ഇടതുവശം വലതുവശം ഒന്നും കിട്ടിയില്ലെങ്കിലും ഓർത്ത് വെക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. x1 ഇവിടെ വന്നാൽ അതിന്റെ ഓപ്പോസിറ്റ് ആവണം x3, x2ന്റെ ഓപ്പോസിറ്റ് ആവണം x4. അങ്ങനെ ആലോചിച്ചാലും മതി. ഇങ്ങനെ നിങ്ങൾക്ക് എഴുതി വെക്കാൻ കഴിയുമെങ്കിൽ ഇവിടെ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. 2 സമവാക്യങ്ങളാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ x1ഉം x3 ഇല്ലേ? x1ഉം x3 ഓപ്പോസിറ്റ് ഉള്ള 2 പേര്, അവരെ തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നതും x2ഉം x4ഉം ഇല്ലേ? ഈ ഓപ്പോസിറ്റ് ഉള്ള 2 പേര്, അത് രണ്ടും എന്തായിരിക്കും? തുല്യമായിരിക്കും. മനസ്സിലാണല്ലോ? സിമ്പിൾ ആണല്ലോ. അതേപോലെ y1ഉം y3യും കൂട്ടിയാൽ കിട്ടുന്നതും y2ഉം y4ഉം കൂട്ടിയാൽ കിട്ടുന്നതും തുല്യമായിരിക്കും. ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ കാര്യം ഇതാണ്. ഒറ്റ കാര്യം ശ്രദ്ധിക്കേണ്ടുള്ളൂ, ഈ ഓർഡറിൽ എഴുതണം. അത് കാണാതെ അറിയണം, അതേ വേണ്ടൂ. ഓക്കെ അല്ലേ? ഇനി ചോദ്യം എങ്ങനെ വരും നോക്കാം. ഓക്കെ, ഇനി ഇതിൽ നിന്ന് വരുന്ന ചോദ്യം എങ്ങനെയായിരിക്കും? ഇതുപോലെ ഒരു ഫിഗർ തരും. എന്നിട്ട് എന്താ ചോദ്യം? ഇൻ ട്രയാങ്കിൾ ABC PQR കോർഡിനേറ്റ്സ് സൂചക സംഖ്യകളൊക്കെ തന്നിട്ടുണ്ട്. ആദ്യം മിഡ് പോയിന്റ്സ് ഓഫ് സൈഡ്സ് BC AC AB അതൊന്നും നമ്മുടെ വിഷയമല്ല. ക്വസ്റ്റ്യൻസ് നോക്കുക. എന്താ? വാട്ട് ഈസ് ദ മോസ്റ്റ് സൂട്ടബിൾ നെയിം ഫോർ ദി കോർഡിലാറ്ററൽ BPQR അല്ലെ? ശ്രദ്ധിക്കണം. എന്താ? ഈ കാണുന്ന ചിത്രത്തിലുള്ള ചതുർഭുജത്തിന്, ഏത് BPQR എന്നുള്ള ചതുർഭുജത്തിന് ഇടാൻ പറ്റിയ ഏറ്റവും സൂട്ടബിൾ ആയ പേരെന്താണ്? ഏറ്റവും അനുയോജ്യമായ പേര് ഏതാണ് എന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ അല്ലേ? അങ്ങനെ ഒരു ചോദ്യം കണ്ട അവിടെ ഒന്നും ആലോചിക്കണ്ട. ആ ചിത്രം കണ്ടാൽ തന്നെ മനസ്സിലാവും എന്താണ്? സാമാന്തരികം അഥവാ പാരലലോഗ്രാം.
ക്ലിയർ അല്ലേ? അതിൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ. സമാന്തരികം അഥവാ പാരലലോഗ്രാം. ഓക്കെ ആണോ? അതിനെ കുറിച്ച് കൂടുതൽ ആലോചിക്കേണ്ട. ബി ബി എന്താ ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ബി ആൻഡ് സി. ഓക്കെ, ബി സി എന്നീ മൂലകളുടെ സൂചക സംഖ്യകൾ കണ്ടെത്തുക. ഓക്കെ ആണോ? നമുക്കൊന്ന് ചെയ്ത് നോക്കല്ലേ എങ്ങനെ ചെയ്യാന്ന്. അതിന് വേണ്ടിയിട്ട് ഇതല്ലേ ആ ഫിഗർ. എന്താ കണ്ടുപിടിക്കണ്ടേ? ബിയും സി അല്ലെ? ഇതിൽ നിന്ന് നമ്മൾ ബിയും സിയും കണ്ടുപിടിക്കണം. ആദ്യം ബിയുടെ കാര്യം നോക്കുക. ഒന്ന് നോക്കിക്കേ, നമുക്ക് ഈ ബി പി ക്യു ആർ ഒരു സമാന്തരികമാണല്ലോ നമുക്ക് ഇവിടെ കിട്ടിയെന്നല്ല, പാരലലോഗ്രാം ആണല്ലോ. അല്ലെങ്കിൽ കണ്ടാൽ തന്നെ അറിയാം. ഇവിടെ ത്രികോണം പോലെയൊക്കെ ഉണ്ടെങ്കിലും ഈ ചെറിയൊരു ഭാഗം നോക്കിയാൽ അതൊരു പാരലലോഗ്രാം അഥവാ സാമാന്തരികമാണ് അല്ലേ? അപ്പോ എന്തേ ഇതിന് ബി ആണ് വേണ്ടത് അല്ലേ? നമ്മൾ എന്താ പറഞ്ഞത്? ഞാൻ എന്താ പറഞ്ഞത്? ഒറ്റ കാര്യം, ആര് ചോദ്യത്തിൽ എന്ത് തന്നാലും ഇടതുവശത്ത് ലെഫ്റ്റ് താഴെ നമ്മൾ x1 y1 എന്ന് എഴുതണം. തൊട്ടപ്പുറത്ത് x2 y2, ഇവിടെ x3 y3. x1ന്റെ ഓപ്പോസിറ്റ് ആവണം x3. അപ്പോൾ ഇവിടെ എന്താണ്? x4 y4, x2ന്റെ ഓപ്പോസിറ്റ് x4. ഇങ്ങനെ എഴുതണം. എഴുതി വെക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇങ്ങനെ എഴുതിയാൽ നമുക്കൊരു കാര്യം അറിയാലോ. എന്താ? x1 പ്ലസ് x3 ഈക്വൽ ടു x2 പ്ലസ് x4. ഇനിയോ അറിയാവുന്ന സംഖ്യകൾ കൊടുത്തോളൂ. x1 ആണ് നമുക്ക് വേണ്ടത് അല്ലെ? ബി വേണമെന്ന് പറഞ്ഞാൽ x1 വേണം y1 വേണം. അപ്പൊ x1 തന്നെ ആയിക്കോട്ടെ. അടുത്തതാരാ? x3 എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിക്കുക എത്രയാണ്? 6 സമം x2 എവിടെ? 5 പ്ലസ് x4 എത്ര? 3. അപ്പൊ എന്ത് കിട്ടി? x1 പ്ലസ് 6 സമം 8 എന്ന് കിട്ടി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒന്ന് പറഞ്ഞേ, ഇവിടെ x1 എന്താ? ഈസി അല്ലേ? ഈ പ്ലസ് 6 അങ്ങോട്ട് പോയാൽ എന്താവും? -6. അപ്പൊ എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. x1 സമം 2. ഇനി എന്താ വേണ്ടേ? ബി കിട്ടണമെങ്കിൽ എന്ത് കൂടി വേണം? y1 കൂടി വേണം അല്ലേ? y1 കിട്ടാൻ നമുക്കൊരു ഇക്വേഷൻ അറിയാം. എന്തായിരുന്നു ഇക്വേഷൻ? y1 പ്ലസ് y3 ഈക്വൽ ടു y2 പ്ലസ് y4 അല്ലേ? y1 എന്താ? y1 നമുക്കറിയില്ല. y1 പ്ലസ് y3 എന്താ അവിടെ? 1 ഈക്വൽ ടു y2 ഇവിടെ എന്താ? 0 ആയിക്കോട്ടെ, 0 പ്ലസ് y4 എന്താ അവിടെ? 1 എന്ന് ആയിക്കോട്ടെ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പൊ എന്ത് കിട്ടി? y1 പ്ലസ് 1 ഈക്വൽ ടു 0 പ്ലസ് 1 1. അപ്പൊ y1 എന്ത് കിട്ടും? ഈ പ്ലസ് 1 അങ്ങോട്ട് പോയാൽ -1 0. അപ്പൊ നമുക്കിപ്പോ ബി കിട്ടിയില്ലേ? ബി കിട്ടിയെന്ന് പറയാനുള്ള കാരണം എന്താ? ബി എന്ന് പറഞ്ഞാൽ x1 y1 ആയിരുന്നു. x1 നമുക്കറിയാം, അത് എത്രയാണ്? 2 ആണ്. y1 എത്രയാണ്? 0 ആണ്. ബി കിട്ടി. ഈസി. ഇത്രയേ ഉള്ളൂ. ഇതുപോലെ ഒന്ന് ആലോചിച്ചേ, സി എങ്ങനെ കിട്ടുക? സി കിട്ടാൻ ഒന്ന് ലോജിക്കലി ആലോചിച്ചാൽ മതി. ബിക്ക് ഇവിടെ ഇങ്ങനെ ഒരു സാമാന്തരികം ഉണ്ടായിരുന്നു, പക്ഷെ സിയുടെ അവിടെ സാമാന്തരികം ഒന്നും കാണാനല്ല അല്ലേ? പാരലലോഗ്രാം ഒന്നും കാണാനല്ലോ. പക്ഷെ നമുക്ക് അവിടെ ഒരു പാരലലോഗ്രാം ഉണ്ടാക്കാം. എങ്ങനെ? ബൈ ജോയിനിങ് പി ആർ. എങ്ങനെയാണ്? ഇത്രയേ ഉള്ളൂ. ജോയിനിങ് പി ആർ യോജിപ്പിക്കുക. പി ആർ യോജിപ്പിച്ചാൽ ഇവിടെ എന്ത് കിട്ടും? സാമാന്തരികം ഉണ്ട്. ഏതാ? ബി സി ക്യു ആർ. അതൊരു സാമാന്തരികല്ലേ? എങ്ങനെയാ സാമാന്തരികത്തിന്റെ രൂപം വരുന്നത്? ഇങ്ങോട്ട് ചെല്ലിട്ടാണ് അല്ലെ? അത്രയേ ഉള്ളൂ. ഇവിടെ പി എത്രയാണ്? 5 0 ആയിക്കോട്ടെ. സി നമുക്കറിയില്ല, വേണ്ട. ക്യൂ നമുക്കറിയാം. ക്യൂ എത്രയാണ്? 6 1. ആർ നമുക്കറിയാം, എത്രയാണ്? 3 1. ഇത്രയും വിവരങ്ങളില്ലേ? ഇനി നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? സി കണ്ടുപിടിച്ചാൽ മതി. കണ്ടുപിടിക്കല്ലേ? ഒരു സാമാന്തരികം കിട്ടിയാൽ, പാരലലോഗ്രാം കിട്ടിയാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇടതുവശത്ത് താഴെ x1 y1, അപ്പുറത്ത് x2 y2, ഇവിടെ x3 y3, ഇവിടെ സ്ഥലം കിട്ടുന്നില്ല x4 y4 അല്ലേ? എന്നിട്ടോ സെയിം നേരത്തെ ചെയ്ത അതേ പരിപാടി. ഓക്കെ അല്ലേ? ഈസി ആയിട്ട് ചെയ്തൂടെ? എങ്ങനെ? x1 പ്ലസ് x3 ഈക്വൽ ടു x2 പ്ലസ് x4. x1 എന്ന് പറഞ്ഞാൽ ഇവിടെ 5 ആയിക്കോട്ടെ, 5. x3 എന്ന് പറഞ്ഞാൽ ഇവിടെ 6 ആയിക്കോട്ടെ, 6. x2 എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പൊ x2 കാരണം സി ആണ്, നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് അല്ലേ? പ്ലസ് x4 ഇവിടെ എത്രയാണ്? 3. ഈസി ആയിട്ട് 5 6 11. അപ്പൊ x2 പ്ലസ് x3 കിട്ടും. ഈ പ്ലസ് 3 ഇങ്ങോട്ട് പോകാൻ എന്താവും? -3 ആവും. അപ്പൊ x2 കിട്ടും. എത്ര കിട്ടുക? 8. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? x2 കിട്ടിയ പോലെ y2 കിട്ടും. ഈസി ആണല്ലോ. ഇങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക. നിങ്ങൾ y2 കണ്ടുപിടിക്കണം കേട്ടോ. അത് നിങ്ങൾ ചെയ്യാം.
നിങ്ങൾക്ക് പഠിയണ്ടേ? അപ്പോൾ അത് നിങ്ങൾ ചെയ്യാം. ഓക്കെ അല്ലേ? ഇതുപോലെ ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടന്നാലോ? അടുത്ത ചോദ്യം എന്നല്ല, അടുത്ത കണ്ടന്റിലേക്ക് കിടക്കാം. ഇതുപോലത്തെ വേറെ ചോദ്യങ്ങൾ ഉണ്ട്, പക്ഷേ ഇതിലെ പല കണ്ടന്റ് മിക്സ് ആയിട്ട് ഒറ്റ ചോദ്യമായിട്ട് വരും. എ ക്വസ്റ്റ്യൻ ഒരു കണ്ടന്റ് ആണ്, ബി അടുത്തത്, സി അങ്ങോട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോരോ കണ്ടന്റ് കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചു പോകുമ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങൾ വേറെയും വരും. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത പോയിന്റിലേക്ക് കിടക്കാം. ഇപ്പോൾ നമ്മൾ അടുത്തതായി പഠിക്കാൻ പോകുന്നതാണ് മിഡ് പോയിന്റ് എന്ന് പറയുന്നത്. എന്താ മിഡ് പോയിന്റ്, മധ്യബിന്ദു? നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താ സംഗതി. നമുക്ക് രണ്ട് സൂചക സംഖ്യകൾ അഥവാ രണ്ട് കോർഡിനേറ്റ്സ് ആയിരിക്കും. ജനറൽ ആയിട്ട് അതിനെ x1 y1 എന്ന് എടുക്കുന്നു. എന്നിട്ടോ വേറൊരു സൂചക സംഖ്യകൾ തരുന്നു, ഒരു പോയിന്റിന്റെ x2 y2 എന്ന് ജനറൽ ആയിട്ട് എടുക്കുന്നു. ഓക്കെ, ഇങ്ങനെ രണ്ട് പോയിന്റുകളുടെ രണ്ട് ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ കോർഡിനേറ്റ്സ് തന്നാൽ സ്വാഭാവികമായിട്ട് ഇതിനെ യോജിപ്പിച്ച ഒരു ലൈൻ കിട്ടല്ലോ. ഈ ലൈനിന്റെ മധ്യബിന്ദു എങ്ങനെ കാണാം, സെന്റർ എങ്ങനെ കാണാം, മിഡ് പോയിന്റ് എങ്ങനെ കാണാം? ഓക്കെ, ഒപ്പരെ വാക്കനല്ലേ? അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഈ മധ്യബിന്ദു കാണുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അഥവാ മിഡ് പോയിന്റ്. അതിനുപയോഗിക്കുന്ന ഇക്വേഷൻ, സമവാക്യം ഒന്ന് പഠിച്ചു വെക്കുക. ഈസിയാണ്, വളരെ ഈസിയാണ്. എന്താണ്? x1 പ്ലസ് x2 ബൈ 2. എന്താണ്? x1 പ്ലസ് x2 ബൈ 2. അപ്പുറത്ത് ഈസി അല്ലേ, y1 പ്ലസ് y2 ബൈ 2. ഇത് പഠിച്ചു വെച്ചാൽ മതി, സിമ്പിൾ. നമുക്കൊരു ചോദ്യം എങ്ങനെ വരിക നോക്കിയാലോ, ഒരു ബേസിക് ലെവൽ ക്വസ്റ്റ്യൻ എങ്ങനെ വരിക നോക്കിയാലോ. ഓക്കെ, ചെറിയൊരു ചോദ്യം ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ചോദ്യം വരില്ലാവുക? ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് ചോദ്യം ചോദിക്കും, 5 1 -8 6 എന്നീ ബിന്ദുക്കൾ യോജിപ്പിച്ചാൽ കിട്ടുന്ന വരയുടെ മധ്യബിന്ദു കണ്ടെത്തുക. ഫൈൻഡ് ദി മിഡ് പോയിന്റ്, കോർഡിനേറ്റ്സ് ഓഫ് ദി മിഡ് പോയിന്റ് ജോയിനിങ് ദ പോയിന്റ്സ് 5 1 ആൻഡ് -8 6. ഇത് രണ്ടും ജോയിൻ ചെയ്താൽ കിട്ടുന്ന മിഡ് പോയിന്റ്, മധ്യബിന്ദു കണ്ടെത്തുക. നമ്മൾ വര വരയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എക്സും വൈ വരയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മൾ എന്തേ ഉള്ളൂ, കിട്ടിയ ഏതെങ്കിലും ഒരിടത്ത് x1 y1 എന്ന് എഴുതിയാൽ അപ്പുറത്ത് x2 y2. ഇവിടെ x1 y1 ആണെങ്കിൽ ഇവിടെ x2 y2, അത്രയേ ഉള്ളൂ. എന്നിട്ടോ സിമ്പിൾ ആണ്, ഞാൻ അവിടെ എഴുതാണ്. നമ്മൾ നമ്മുടെ സമവാക്യം ഇരിക്കുന്നു. എന്താ സമവാക്യം? മധ്യബിന്ദു എന്നാണല്ലോ സമവാക്യം, മിഡ് പോയിന്റ്. എന്താ ഇതിന്റെ സമവാക്യം? x1 പ്ലസ് x2 ബൈ 2 y1 പ്ലസ് y2 ബൈ 2. ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ, നിങ്ങൾ വന്നേ x1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5. 5 പ്ലസ് x2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -8. ആയിക്കോട്ടെ. ബൈ 2, അതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, എഴുതുക. കോമ y1 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് y2 എന്ന് പറഞ്ഞാൽ 6 ബൈ 2. ഓക്കെ അല്ലേ? ഇനിയോ പ്ലസും മൈനസും ഒരുമിച്ച് വന്നാൽ ഏതിന് ഇമ്പോർട്ടൻസ്? ഞാൻ എപ്പോഴും പറയുന്നത് മൈനസിനാണ്. അപ്പൊ 5 - 8 ബൈ 2, 6 ഒന്നും കൂട്ടിയാൽ 7 ബൈ 2. ഓക്കെ, 7 ബൈ 2 നമ്മൾ പിന്നെ ഡെസിമൽ ആക്കാൻ നിൽക്കണ്ട, ഫ്രാക്ഷനിൽ നിന്നോട്ടെ. ദശാംശ സംഖ്യ ആക്കണ്ട, ഭിന്നസംഖ്യ മതി. ഓക്കെ, 7 ബൈ 2 തന്നെ മതി. അപ്പോൾ ദാ ഫൈനൽ ആൻസർ കിട്ടിയല്ലോ. 5-ൽ നിന്ന് 8 കുറച്ചാൽ -3. അപ്പൊ -3 ബൈ 2, ഇപ്പുറത്ത് 7 ബൈ 2. ഇതാണ് നമ്മുടെ മധ്യബിന്ദു അഥവാ മിഡ് പോയിന്റ്. ക്ലിയർ അല്ലേ? ഇത്രയും പരിപാടിയുള്ളൂ. ഇനിയോ ഇപ്പൊ പഠിച്ച രണ്ടാശയം കൂടി ജോയിൻ ചെയ്തിട്ട് ചോദ്യം ചോദിക്കാം. അതെങ്ങനെ? ഇതാ ഇതുപോലെ ഇരിക്കും. എന്താ ചോദ്യം? ദ കോർഡിനേറ്റ്സ് ഓഫ് ദി വെഹിക്കിൾസ് അല്ല, വെർട്ടീസസ് ഓഫ് എ പാരലലോഗ്രാം ആർ ഗിവൺ. വെഹിക്കിൾ അല്ല കേട്ടോ, വെർട്ടീസസ് ആണ്. ഓക്കെ, എന്താ തന്നെ ഒരു പാരലലോഗ്രാമിന്റെ സാമാന്തരികത്തിന്റെ മൂലകളുടെ സൂചക സംഖ്യകൾ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ, തന്നിട്ടുണ്ട് അല്ലെ? എന്നിട്ട് എന്താ? ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് വെർട്ടസ് സി. എന്താണ്? സിയുടെ സൂചക സംഖ്യകൾ കണ്ടെത്തുക, അതിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക. ഓക്കെ അല്ലേ? എങ്ങനെ നമ്മൾ ചെയ്യാം? നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. ഇങ്ങനൊന്ന് കിട്ടിയാൽ, ഒരു മൂല കണ്ടുപിടിക്കാൻ കിട്ടിയാൽ, ഒരു വെർട്ടെക്സ് കണ്ടുപിടിക്കാൻ കിട്ടിയാൽ നമ്മുടെ ഫസ്റ്റ് പരിപാടി എന്താണ്? നമ്മുടെ ഫസ്റ്റ് പരിപാടി? മറക്കരുത്, ദാ ഇടതുവശത്ത് താഴെ x1 y1, x2 y2, x3 y3, x4 y4 അല്ലേ? എന്നിട്ടോ ഇനി നമുക്കറിയാലോ, x1 പ്ലസ് x3 ഈക്വൽ ടു x2 പ്ലസ് x4, അതുപോലെ y1 പ്ലസ് y3 ഈക്വൽ ടു y2 പ്ലസ് y4. ഇത് ഞാൻ ചെയ്യില്ല, നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ചെയ്തു നോക്കൂ, പഠിക്കണം അല്ലേ? ഇതിലെ ബി ക്വസ്റ്റ്യൻ നോക്കിക്കേ. എന്താ? ഫൈൻഡ് ദി മിഡ് പോയിന്റ് ഓഫ് ദി ഡയഗണൽ AC. എന്താണ്? വികരണം. AC എന്ന വികരണത്തിന്റെ മധ്യബിന്ദു കണ്ടെത്തുക. നമുക്കറിയാലോ മധ്യബിന്ദു കണ്ടെത്താൻ, കാരണം ഇത് ചെയ്താൽ നമുക്ക് C കിട്ടും. C കിട്ടിയാൽ മധ്യബിന്ദു കാണാൻ നമുക്കറിയാലോ സമവാക്യം.
x1 പ്ലസ് x2/2 y1 പ്ലസ് y2/2 ചെയ്തൂടെ? അപ്പം ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചോദ്യം വരും. ഇനിയും വരും കേട്ടോ, ഇനി 3 കാര്യങ്ങൾ ഒരുമിച്ച് 4 കാര്യങ്ങൾ ഒരുമിച്ചൊക്കെ വരും. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ഇനി ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി വരാനുണ്ട്. അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ആ ചോദ്യം ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഇടുകയാണ്. എന്താ ചോദ്യം? ദ സെന്റർ ഓഫ് എ സർക്കിൾ ഈസ് 1, 2 and point on it is 3, 5. Find the coordinates of the other end of the diameter through this point. എന്താണ്? ചിത്രമൊന്നും തന്നില്ല, ശ്രദ്ധിക്കുക. എന്താണ്? ഒരു വൃത്തത്തിന്റെ കേന്ദ്രം എന്ന് പറഞ്ഞാൽ 1, 2 ആണ്. വൃത്തത്തിലെ ഒരു ബിന്ദുവാണ് 3, 5. അങ്ങനെയാണെങ്കിൽ ഈ ബിന്ദുവിലൂടെ വരയ്ക്കുന്ന വ്യാസത്തിന്റെ മറ്റേ അറ്റത്തെ സൂചക സംഖ്യകൾ കണ്ടെത്തുക. ഇവിടെ നമുക്ക് ചിത്രം തന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ ഉത്തരം എഴുതുന്നതിന്റെ ഭാഗമായിട്ട് ഒരു ചിത്രം വരച്ച വളരെ നന്നായിരിക്കും നമുക്ക് ഒരു ഐഡിയ കിട്ടാൻ. എന്താ തന്നെ? ഒരു വൃത്തം തന്നിട്ടുണ്ട്. അതിന്റെ കേന്ദ്രത്തിന്റെ സൂചക സംഖ്യകളാണ് 1, 2. സെന്ററിന്റെ കേന്ദ്രത്തിന്റെയാണ് 1, 2. ഇതിൽ ഇവിടെ എവിടെയോ ഉള്ള ഞാൻ ഇവിടെ മാർക്ക് ചെയ്യും. ഇവിടെ എവിടെയോ ഉള്ള ഒരു പോയിന്റ് ആണ് ഇത് 3, 5. എവിടെ വേണേ മാർക്ക് ചെയ്യാം കേട്ടോ. 3, 5. അങ്ങനെയാണെങ്കിൽ ഈ ബിന്ദുവിൽ നിന്ന് ഈ പോയിന്റിൽ നിന്ന് ഡയമീറ്റർ വരയ്ക്കുന്നു. ഡയമീറ്റർ വരയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സെന്ററിൽ കൂടെ പോണല്ലോ അല്ലെ? സെന്ററിലൂടെ പോകുന്ന ഈ ഡയമീറ്ററിന്റെ ഇവിടത്തെ നമ്പറുകൾ എന്തൊക്കെയാണ്, അവിടുത്തെ കോർഡിനേറ്റ് സൂചക സംഖ്യകൾ എന്തൊക്കെയാണ് എന്നാണ് ചോദ്യം. വ്യക്തമല്ലേ? അതിൽ ഡൗട്ടൊന്നുമില്ലല്ലോ? ഇല്ല. ഇത്രയേ ഉള്ളൂ. ഓക്കെ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഈ ഡയമീറ്റർ അഥവാ വ്യാസം, ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ വ്യാസവും വൃത്തകേന്ദ്രവും തമ്മിൽ എന്തോ ബന്ധമുണ്ടല്ലോ. ഡയമീറ്ററും സെന്ററും തമ്മിൽ എന്താ ലോജിക്കാണ്? എന്താ? വ്യാസത്തിന്റെ മധ്യബിന്ദുവാണ് കേന്ദ്രം. ഓക്കെ. അപ്പോൾ മധ്യബിന്ദു വന്നു, മിഡ് പോയിന്റ് വന്നു. സെന്റർ ഓഫ് എ സർക്കിൾ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ദി ഡയമീറ്റർ. ഡയമീറ്ററിന്റെ മിഡ് പോയിന്റ് ആണ് സെന്റർ ഓഫ് ദി സർക്കിൾ അല്ലേ? അപ്പോൾ മിഡ് പോയിന്റ് എന്നത് പറയാതെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണോ? എന്നിട്ട് നമ്മളോട് എന്ത് പറഞ്ഞു? ഇവിടെ രണ്ടെണ്ണം കണ്ടുപിടിക്കണം. നമുക്ക് മിഡ് പോയിന്റ് തന്നാൽ വേറെ ഇക്വേഷൻ ഒന്നും അറിയില്ലല്ലോ. എന്താ മിഡ് പോയിന്റ് തന്നാൽ നമുക്കറിയാവുന്ന ഇക്വേഷൻ? മിഡ് പോയിന്റ് അഥവാ മധ്യബിന്ദു തന്നാൽ നമുക്കറിയാവുന്ന ഒറ്റ കാര്യമല്ലേ ഉള്ളൂ. എന്താ? x1 പ്ലസ് x2/2 y1 പ്ലസ് y2/2 അല്ലേ? ഏതാ x1ഉം y1ഉം? x1ഉം y1ഉം എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ x1 y1 എന്ന് എടുത്താൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് x2 y2. ക്ലിയർ അല്ലേ? അത്രയേ ഉള്ളൂ. അപ്പൊ ഇതാരാ? മധ്യബിന്ദു അല്ലെ? മിഡ് പോയിന്റ് അല്ലെ? അപ്പൊ ഈ മധ്യബിന്ദു അഥവാ മിഡ് പോയിന്റ് എന്ന് പറയുന്ന സ്ഥാനത്ത് നമുക്ക് എന്ത് എഴുതാം? 1, 2 എന്ന് എഴുതിയേക്കാം. കാരണം നമുക്കറിയാം. അറിയാവുന്നത് എഴുതിയേക്കാൻ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല. ഇനിയോ ഇവിടെ നമുക്ക് അറിയാവുന്നത് എഴുതുക. x1 നമുക്കറിയാലോ. x1 ഏതാ? 3 ആണ് ഇവിടെ. 3 പ്ലസ് ഇനി നമുക്ക് എന്താ അറിയുക? ഇതാ അവിടെ x2 അറിയോ? x2 നമുക്കറിയില്ല. അതുകൊണ്ട് അങ്ങനെ തന്നെ y2 അവിടെ വെക്കട്ടെ. ഇനി y1 ഇതാ അവിടെ എത്രയാണ്? 5. y2 അറിയോ? ഇല്ല. y2 നിൽക്കട്ടെ. ഇനി രണ്ട് രീതി ചെയ്യാം. നല്ല രീതി, തെറ്റായിരിക്കാൻ നല്ലത്. നോക്കിക്കേ, ഈ 1, 2 എന്ന് പറഞ്ഞാൽ ഇത് എക്സിന്റെ ഭാഗം, ഇത് വൈയുടെ ഭാഗം. അതുപോലെ തന്നെ ഇവിടെ ക്ലിയർ ആണ്. ഇത് എക്സിന്റെ ഭാഗം, ഇവിടെ വൈയുടെ ഭാഗം. അപ്പൊ നമുക്ക് രണ്ട് രീതി ചെയ്യാം. ഏറ്റവും നല്ലത് സെപ്പറേറ്റ് ആക്കി ചെയ്യാം. എങ്ങനെ? എക്സിന്റെ ഭാഗങ്ങളെ മാത്രം എടുക്കുക. ഇവിടെ എക്സിന്റെ അവിടെ ആരാ? ഇവിടെ ഒരു 1 ഉണ്ട് സമം. ഇവിടെ എക്സിന്റെ ഭാഗത്ത് എന്തൊക്കെയുണ്ട്? 3 പ്ലസ് x2/2. ഇനി എങ്ങനെ വരുന്നത്? x2 കണ്ടുപിടിക്കുക. അതല്ല നമ്മുടെ ലക്ഷ്യം. x2 കണ്ടുപിടിക്കണം, പിന്നെ y2 കണ്ടുപിടിക്കണം. ഇതല്ല നമ്മുടെ ലക്ഷ്യം. എങ്ങനെ? ആദ്യതാ ഈ ഹരിക്കണം 2 ഡിവൈഡഡ് ബൈ 2 ഇങ്ങോട്ട് പോന്നാൽ ഇൻറ്റു 2. 1 ഇവിടെ ഉണ്ട്. 1 × 2 3 പ്ലസ് x2. അപ്പോൾ 1 × 2 2. ഈ പ്ലസ് 3 ഇങ്ങോട്ട് പോന്നാൽ എന്താവും? -3 x2 അല്ലേ? 2ൽ നിന്ന് 3 കുറച്ചാൽ -1. അപ്പൊ x2 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? -1 എന്ന് കിട്ടിയില്ലേ? ഈസി അല്ലേ? ഇനിയോ x2 കിട്ടി. ഇനി എന്ത് വേണം? y2 വേണം. ഇതേപോലെ വൈയുടെ ഭാഗം എടുക്കുക. വൈയുടെ ഭാഗം ഇവിടെ ഏതാ? 2 സമം. ഇവിടെ എന്താ വൈയുടെ ഭാഗം? 5 പ്ലസ് y2/2. വീണ്ടും സെയിം പരിപാടി. ഡിവൈഡഡ് ബൈ 2 ഹരിക്കണം 2 ഇങ്ങോട്ട് പോന്നാൽ ഈ 2 ഇവിടെ ഉണ്ട്. ഡിവൈഡഡ് ബൈ 2 വന്നാൽ ഇൻറ്റു 2 അല്ലെ? ഇൻറ്റു 2 എന്ന് വരും. ഓക്കെ. എന്നിട്ടോ 5 പ്ലസ് y2 ആയിക്കോട്ടെ. 2 × 2 4 പ്ലസ് 5 ഇങ്ങോട്ട് പോന്നാൽ -5 ഈക്വൽ ടു y2 അല്ലേ? 4ൽ നിന്ന് 5 കുറച്ചാൽ വീണ്ടും -1. അപ്പൊ നമുക്ക് കിട്ടിയോ? നമുക്ക് വേണ്ടത് x2 y2 അല്ലേ? x2 കിട്ടി -1, y2 കിട്ടി -1. അപ്പൊ എന്ത് കിട്ടി? -1. അപ്പൊ അത് കിട്ടിയില്ലേ? ഇത്രയേ ഉള്ളൂ. ചിത്രത്തിലെ ലോജിക്ക് നിങ്ങൾ ആലോചിക്കണ്ട. ചിത്രം ലോജിക്കലി വരച്ചതല്ല, നമുക്കൊരു ഐഡിയ കിട്ടാൻ വരച്ചതാണ്. ഓക്കെ, ഉത്തരായില്ലേ? അപ്പൊ ഇങ്ങനെയും ചോദ്യങ്ങൾ ചോദിക്കാം. ഇനി ഈ പാഠത്തിലെ അടുത്ത ഭാഗം എന്താ ഈ റേഷ്യോ അഥവാ അംശബന്ധം എന്ന് വെച്ചാൽ,
നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ച എന്നുള്ള രീതിയിൽ പറയാം. മധ്യബിന്ദു എന്നുള്ളതിന്റെ തുടർച്ചയായിട്ട് പറയാം. എന്താ ഈ മിഡ് പോയിന്റ് അഥവാ മധ്യബിന്ദു? തുല്യമായി മുറിക്കുക എന്നുള്ളതല്ലേ. ഒരു വര വരച്ചു എന്ന് വിചാരിക്കാം. അതിന്റെ മധ്യബിന്ദു എന്ന് പറഞ്ഞാൽ എന്താ? ഈ കഷ്ണത്തിന്റെ നീളം. അപ്പൊ നമ്മളിവിടെ എ ബി സി എഴുതുകയാണെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? എ ബിയും ബി സിയും തുല്യമാണ് അല്ലെ? എ ബിയും ബി സിയും തുല്യമാണ്. ഇതേ കാര്യത്തെ നമുക്ക് റേഷ്യോ അഥവാ അംശബന്ധം ഉപയോഗിച്ച് പറയാം. എങ്ങനെ? എ ബി സമം ബി സി എന്നുള്ളതിന് പകരം 1:1 എഴുതിയാലും മതി. എന്താ അതിന്റെ അർത്ഥം? 1:1 എന്ന് പറഞ്ഞാൽ തുല്യമാണ്. ഇനി അഥവാ 1:2 എന്നാണെങ്കിൽ എന്താ അർത്ഥം? എ ബിയുടെ നീളം എത്ര? ഇപ്പൊ ഇവിടെ ബി, എന്തുകൊണ്ടാ? എ ബിയുടെ നീളം എത്രയാണോ അതിന്റെ ഇരട്ടിയാണ് ബി സി എന്നാണ് അതിന് മനസ്സിലാക്കേണ്ടത്. എന്താണ്? എ ബി എത്രയാണോ അതിന്റെ ഇരട്ടിയാണ് ബി സി. എങ്ങനെ മനസ്സിലായോ? 1ന്റെ ഇരട്ടിയാണ് 2. ഓക്കെ. ഇനി ഇങ്ങനെയാണെങ്കിലോ എന്താ അർത്ഥം? 1ന്റെ 3 ഇരട്ടി അല്ലെ? 1ന്റെ 3 ഇരട്ടിയിൽ 3. അപ്പൊ എ ബിയുടെ 3 ഇരട്ടി നീളം ഉണ്ടായിരിക്കും ബി സിക്ക്. ഈ രീതിയിലാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടുന്ന് വരുന്ന ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കും? അംശബന്ധം നല്ല അത്രയേ ഉള്ളൂ. നമുക്ക് ഇവിടുന്ന് വരുന്ന ചോദ്യം ഏകദേശം ഇപ്പോൾ നമ്മളോട് പറയും ഒരു വരണ്ട് എ ബി സി അല്ലെങ്കിൽ ഒരു വരണ്ട് എ സി, അതിനെ ബി എന്ന് പറയുന്ന ഒരു പോയിന്റിൽ വെച്ച് മുറിക്കുന്നു. എങ്ങനെയാണ്? ഒരു വരണ്ട് എ സി അതിനൊരു പോയിന്റിൽ വെച്ച് മുറിക്കുന്നു. ഏത് അംശബന്ധത്തില്? 1:3 എന്ന റേഷ്യോയിലാണ് മുറിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക, സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുക. ഇപ്പൊ ഇവിടെ തന്നിട്ടുണ്ടാവും ചിലപ്പോൾ 1, 2, ഇവിടെ 7 എന്നൊക്കെ തന്നിട്ടുണ്ടാവും. ഇത് കണ്ടുപിടിക്കണം. അതിന് നമുക്ക് തന്നത് മിഡ് പോയിന്റ് അല്ല, മധ്യബിന്ദു അല്ല, പകരം എന്താണ്? അംശബന്ധമാണ്. ഓക്കെ ആണോ? അപ്പൊ റേഷ്യോ വന്നാൽ, അംശബന്ധം വന്നാൽ നമുക്കൊരു സമവാക്യം ഉണ്ട്, അത് പഠിച്ചാൽ. ഓക്കെ, എല്ലാ ചോദ്യത്തിലും അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ റേഷ്യോ വന്നാൽ അഥവാ അംശബന്ധം വന്നാലുള്ള സമവാക്യമാണ് ഈ എഴുതുന്നത്. കാണാതെ പഠിക്കുക. എന്താണെന്ന് വെച്ചാൽ mx2 പ്ലസ് nx1 ബൈ m പ്ലസ് n. എന്താണ്? mx2 പ്ലസ് nx1 ബൈ m പ്ലസ് n. എന്താ എം എന്നും? എമ്മും എന്നും ആണ് ഇവിടുത്തെ റേഷ്യോ അഥവാ അംശബന്ധം. നമുക്ക് ചോദ്യം ചെയ്യുമ്പോൾ മനസ്സിലാക്കാം. ഇത് കാണാതെ പഠിക്കുക. അടുത്തതോ n/2 പ്ലസ് n/1 m/2 പ്ലസ് n/1 ബൈ m പ്ലസ് 1 സോറി m പ്ലസ് n. ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് കാണാതെ പഠിക്കുക. പഠിച്ചൂടെ? ഇനി നമുക്ക് ചോദ്യം നോക്കിയാൽ എങ്ങനെ ചോദ്യം ചെയ്യാൻ മനസ്സിലാവട്ടെ. സിമ്പിളാണ്, ഞാൻ കാണിച്ചുതരാം. ഇത് കാണാതെ പഠിച്ചാൽ ഈസി ആയിട്ട് ചോദ്യം ചെയ്യാം. ചോദ്യം ഇതാണ്: Find the coordinates of points which divides the line joining 1, 2 and 7, 5 in the ratio 2:1. എന്താണ് മലയാളത്തില്? 1, 2, 7, 5 എന്നീ ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വരയെ 2:1 എന്ന അംശബന്ധത്തിൽ മുറിക്കുന്ന പോയിന്റിന്റെ സൂചക സംഖ്യകൾ കണ്ടെത്തുക. എന്താ ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈസിയാണ്. 2, 1 എന്നുള്ള പോയിന്റ് ഉണ്ട്, ആയിക്കോട്ടെ. 7, 5 എന്നുള്ള 1, 2 കേട്ടോ. ഓക്കെ, 7, 5 പറയുന്ന അടുത്ത പോയിന്റ് ഉണ്ട്. ഇത് യോജിപ്പിക്കുന്ന വരയെ ഈ അംശബന്ധത്തിൽ മുറിക്കണം, റേഷ്യോയിൽ മുറിക്കണം. ഓക്കെ, ഇങ്ങനെ റേഷ്യോ കിട്ടിയാൽ, അംശബന്ധം കിട്ടിയാൽ മനസ്സിലാക്കുക, ആദ്യത്തത് എം, രണ്ടാമത്തത് എൻ. ഇത്ര മനസ്സിലാക്കുക. ഏതെങ്കിലും ഒന്ന് x1/1, അടുത്തത് x2/2. സിമ്പിൾ ആയിട്ട് കൊടുക്കാലോ. എന്നിട്ട് എന്താ ചോദ്യം? അല്ല സോറി, സമവാക്യം എഴുതുക. എന്താ സമവാക്യം? അംശബന്ധം അഥവാ റേഷ്യോ കാണാനുള്ള സമവാക്യം എന്താ? mx2 പ്ലസ് nx1 ബൈ m പ്ലസ് n, അടുത്തതോ m/2 പ്ലസ് n/1 ബൈ m പ്ലസ് n. ഈസി അല്ലേ? അതങ്ങ് എഴുതുക. എന്നിട്ടോ സംഖ്യകൾ കൊടുക്കുക. എമ്മിന് പകരം ഏതാ? അവിടെ 2 ഇൻറ്റു x2 പകരം ഇവിടെ ഏതാ? x2 ഇവിടെ 7 പ്ലസ് എന്നിന് പകരം ഇവിടെ 1 ഇൻറ്റു x1 ഇവിടെ 1 ബൈ m പ്ലസ് n. m എവിടെ? 2 പ്ലസ് n 1 തന്നെ, ഇനി ഇവിടെ വീണ്ടും m എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു y2 5 പ്ലസ് n എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു y1 ഇവിടെ 2. ഈസി, m പ്ലസ് n. ഈസി അല്ലേ? നിസ്സാരം. അറിയാവുന്ന സംഖ്യകൾ കൊടുക്കുക, എന്നിട്ടോ ഗുണിക്കുക, ഹരിക്കുക. നമുക്കറിയാവുന്ന പരിപാടിയുള്ളൂ, ഈസിയാണ്. എന്തൊക്കെയാണ്? 2 ഇൻറ്റു 7 എത്രയാണ്? 14. 1 ഇൻറ്റു 1 1, 2 പ്ലസ് 1 3, അപ്പുറത്ത് 2 ഇൻറ്റു 5 10 പ്ലസ് 1 ഇൻറ്റു 2 2 ബൈ 2 പ്ലസ് 1 3. അപ്പോഴോ 14 കൂടെ 1 കൂട്ടിയാൽ 15 ബൈ 3, 10 പ്ലസ് 2 12 ബൈ 3. ഓക്കെ, 15 ബൈ 3 എന്ന് പറഞ്ഞാൽ 5, 12 ബൈ 3 4. അപ്പോ ഈ അംശബന്ധത്തിൽ മുറിക്കുന്ന പോയിന്റ് ഇതാണെങ്കിൽ അതിന്റെ സൂചക സംഖ്യകൾ എന്തൊക്കെയാണ്? 5, 4 ആണ്. ഈസി അല്ലേ?
ഇതിനൊന്നും അധികം സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ. അതോടുകൂടി ഇതും കഴിഞ്ഞു. ഇനി വരുന്ന ഭാഗമാണ് ഈ പാഠത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 3 കാര്യങ്ങൾ. അപ്പോൾ സ്ലോപ്പ് അഥവാ ചെരിവ്. അതിനോടൊപ്പം തന്നെ ഞാൻ പറയുന്ന അടുത്ത കാര്യം കൂടിയാണ്, രണ്ടും കൂടി കണക്ട് ചെയ്ത് പറയാം. ഓക്കെ, എന്താണ്? ഇക്വേഷൻ ഓഫ് ലൈൻ, വരയുടെ സമവാക്യം. രണ്ട് കാര്യങ്ങളും ഏകദേശം കണക്റ്റഡ് ആണ് എന്നുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, രണ്ടും ഒരുമിച്ച് പറയുന്നു. ഒപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ലൈൻ മാത്ത്, വരക്കണക്ക് എന്തോ പറഞ്ഞിട്ടൊരു ഭാഗം കൂടി ഉണ്ട്, റേഷ്യോന് ശേഷം, അംശബന്ധത്തിന് ശേഷം. ആ ഒരു ഭാഗം കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ചെയ്തു വരുമ്പോൾ 3 കാര്യങ്ങൾ, ടെക്സ്റ്റ് ബുക്ക് പ്രകാരം 3 കാര്യങ്ങൾ ഉൾപ്പെടും. രണ്ടെണ്ണം അവിടെ സ്ലോപ്പ് അഥവാ ചെരിവ്, ഇക്വേഷൻ ഓഫ് ലൈൻ അഥവാ വരയുടെ സമവാക്യം, ഒപ്പം ലൈൻ മാത്ത് അഥവാ വരക്കണക്ക് എന്ന് പറയുന്ന ഭാഗം. എന്താ സ്ലോപ്പ്? ഈസി ആയിട്ട് ആലോചിക്കാലോ. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, അതിന് എന്തെങ്കിലുമൊക്കെ കൂടിഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ x1 y1, അതിന്റെ സൂചക സംഖ്യകൾ എന്താണ്? x1 y1. ഇവിടെ വേറൊരു പോയിന്റ് ഉണ്ട്, ഇതിനെ നമുക്ക് പൊതുവായിട്ട് x2 y2. അപ്പൊ ഇതിനെ രണ്ട് ജോയിൻ ചെയ്തിട്ട് ലൈൻ വരയ്ക്കാലോ. ഈസി അല്ലെ? ഈ വരയ്ക്ക് ഇപ്പൊ കണ്ടതിനല്ലേ, അത് ചെരിഞ്ഞിട്ടല്ലേ? അങ്ങനെ ഏതൊരു ലൈനിനും ഒരു സ്ലോപ്പ് ഉണ്ടാവാം, ചെരിവുണ്ടാവാം. അതെങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ, അപ്പൊ സ്ലോപ്പ് അഥവാ ചെരിവ് എന്നുള്ളതിനെ ഇംഗ്ലീഷില് എം എന്നുള്ള അക്ഷരം വെച്ചിട്ടാണ്. ചെരിവ് ഏത് അക്ഷരം വെച്ചിട്ടാണ്? എസ് അല്ല, സ്ലോപ്പിന്റെ എസ് അല്ല, എം ആണ്. അത് കണ്ടുപിടിക്കാനുള്ള സമവാക്യമാണ് y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. എന്താണ്? y2 ഇതാവുന്നുണ്ട്, y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഈ ഒരു സമവാക്യം നമുക്ക് ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? ഇതുപോലെ ഇതിന്റെ തുടർച്ചയായിട്ട് വരുന്നൊരു ഭാഗമാണ് ഇക്വേഷൻ ഓഫ് ലൈൻ, വരയുടെ സമവാക്യം. ഓക്കെ, ഈ വരയുടെ സമവാക്യം എങ്ങനെയാണ്? ചെറിയൊരു റീഅറേഞ്ച്മെന്റ്, ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്ക് വരയുടെ സമവാക്യം കിട്ടും. ഇതിന് സിമിലർ ആണ്, ഇതിന് ഏകദേശം ഒരുപോലെ തന്നെ വരുന്ന കാര്യമാണ്. അത് ഇങ്ങനെയാണ്: y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. എന്താണ്? y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. ഓക്കെ, ഈ രണ്ട് സമവാക്യങ്ങൾ നിങ്ങൾ കാണാതെ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത് രണ്ടും ഒരുമിച്ചിട്ടുള്ള ചോദ്യങ്ങൾ വരും, ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരും. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് ഓരോരോ ബേസിക് ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കല്ലേ. ആ ബേസിക് ക്വസ്റ്റ്യൻ ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എടുക്കുകയാണ്. ടെക്സ്റ്റ് ബുക്കിൽ 248 പേജിലെ ഒന്നാമത്തെ ചോദ്യം: കാൽക്കുലേറ്റ് ദി സ്ലോപ്പ് ഓഫ് ദി ലൈൻ ജോയിനിങ് ഈച്ച് പെയർ ഓഫ് പോയിന്റ്സ് ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന ബിന്ദുക്കൾ യോജിപ്പിച്ചാൽ കിട്ടുന്ന വരകളുടെ ചെരിവ് കണ്ടെത്തുക. ഓക്കെ ആണോ? ചെയ്യല്ലേ? എങ്ങനെ ചെയ്യാം? അതിൽ ഒന്നാമത്തെ ചോദ്യം മാത്രമേ നമ്മൾ ഇവിടെ ആദ്യമായിട്ട് ചെയ്യുന്നുള്ളൂ. എന്താ ചോദ്യം? ആ തന്നിട്ടുള്ള സൂചക സംഖ്യകൾ, കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ 2, 3, 4, 5 ആണ്. 2, 3, 4, 5 ഇത് ജോയിൻ ചെയ്തിട്ട്, ഈ രണ്ട് പോയിന്റുകൾ ജോയിൻ ചെയ്ത് കിട്ടുന്ന ലൈനിന്റെ എന്ത് ചെയ്യണം? സ്ലോപ്പ്, ചെരിവ് കണ്ടുപിടിക്കുക. ഇതാണ് നമ്മുടെ വിഷയം. അപ്പൊ നമുക്ക് ഇക്വേഷൻ അറിയാലോ. ഉത്തരം എഴുതി തുടങ്ങുമ്പോൾ എന്താ സമവാക്യം? m is equal to y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഇഷ്ടമല്ലേ x1 y1 എന്ന് എടുത്താൽ അടുത്തത് x2 y2 അല്ലെ? y2 ഏതാ? 5 മൈനസ് y1 ഏതാ? 3 ബൈ x2 അവിടെ 4 മൈനസ് x1 അവിടെ 2. അപ്പൊ ഇത് ചെയ്താൽ എന്ത് കിട്ടും? 5ൽ നിന്ന് 3 കുറച്ചാൽ 2, 4ൽ നിന്ന് 2 കുറച്ചാൽ 2, 2/2 1. ഈ പോയിന്റുകൾ യോജിപ്പിച്ചാൽ കിട്ടുന്ന ലൈനിന്റെ സ്ലോപ്പ് അഥവാ ചെരിവ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. ഇത്രയുള്ള പരിപാടി. ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ഓക്കെ, ഇനി ഇതിന്റെ തുടർച്ചയിൽ നമുക്ക് ഒരു കാര്യം കൂടി നമ്മൾ പഠിച്ചല്ലോ. എന്താ? ഇക്വേഷൻ ഓഫ് ലൈൻ. അതിന് ഞാൻ ആദ്യത്തെ ഒരു ബേസിക് ക്വസ്റ്റ്യൻ എടുക്കുന്നത് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ. ഇതുമായിട്ട് അതിന് എന്താണ് വ്യത്യാസം എന്നത് ഇപ്പൊ കാണിച്ചു തരാം. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലെ പേജ് 251 ഒന്നാമത്തെ ചോദ്യം എന്താ? ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി ലൈൻ ജോയിനിങ് ഈച്ച് പെയർ ഓഫ് പോയിന്റ്സ് ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന ബിന്ദുക്കൾ യോജിപ്പിച്ചാൽ കിട്ടുന്ന വരയുടെ സമവാക്യം കാണുക. ഓക്കെ ആണല്ലോ? അതിന് ഒന്നാമത്തെ ചോദ്യം എന്താണ്? സൂചക സംഖ്യകൾ 0, 0, 1, 1 0, 0, 1, 1 ഇതാണ് പറഞ്ഞത്. ഓക്കെ, അത് കാണാൻ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചോ. ഇതിൽ നിന്ന് അതിനുള്ള വ്യത്യാസമാണ് ഞാൻ പ്രധാനമായിട്ടും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ. സ്ലോപ്പ് കാണുന്ന ചോദ്യവും അഥവാ ചെരിവ് കാണുന്ന ചോദ്യവും ഇക്വേഷൻ അഥവാ സമവാക്യം കാണുന്ന ചോദ്യവും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നാണ് നിങ്ങൾ കാര്യമായി അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ ആണോ? എന്നാ അവിടെ നോക്കിക്കോ. എന്താ വേണ്ടത്? ഇത്രയേ ഉള്ളൂ. ആദ്യം നമ്മളോട് എന്ത് ചോദിച്ചാലും ഇൻ ദ സെൻസ് ചെരിവ് ചോദിച്ചാലും സമവാക്യം ചോദിച്ചാലും സ്ലോപ്പ് ചോദിച്ചാലും ഇക്വേഷൻ ചോദിച്ചാലും ആദ്യം നമ്മൾ സ്ലോപ്പ് കാണണം. y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 കാണണം. ഏറ്റവും ആദ്യം ചെയ്തേ പറ്റൂ. ഇത് x1 y1 എടുത്താൽ ഇപ്പുറത്തത് x2 y2 സിമ്പിൾ ആയിട്ട് ചെയ്യാലോ. y2 എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇവിടെ? 1 മൈനസ് y1 എന്ന് പറഞ്ഞാൽ 0 ബൈ x2 എന്ന് പറഞ്ഞാൽ 1 മൈനസ് x1 എന്ന് പറഞ്ഞാലും 0. 1ൽ നിന്ന് 0 പോയാൽ 1, 1ൽ നിന്ന് 0 പോയാൽ 1, 1/1 എന്ന് പറഞ്ഞാൽ എത്രയാണ്?
ഒന്ന് തന്നെ. അപ്പൊ എം അഥവാ ചെരിവ് എന്ന് പറയുന്നത് എന്താ? ഒന്ന് തന്നെ. ഇവിടെ ചെയ്ത അതേപോലെ അവിടെ ചെയ്യാം. ഇതുവരെ രണ്ടും ഒരുപോലെയാണ്. ചെരിവ് കാണൽ കഴിഞ്ഞു, സ്ലോപ്പ് കാണൽ കഴിഞ്ഞു. ഇനിയോ ഇക്വേഷൻ ഓഫ് ലൈൻ. ഇക്വേഷൻ ഓഫ് ലൈൻ കാണാൻ ഞാനൊരു സമവാക്യം പറഞ്ഞല്ലോ. എന്താ? വരയുടെ സമവാക്യം കാണാനുള്ള സമവാക്യം എന്തായിരുന്നു? y മൈനസ് y1 ഇസ് ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. സിമ്പിൾ ആയിട്ട് നമ്മുടെ സംഖ്യകളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കല്ലേ, അല്ലെ? ഓരോന്നിനും കൊടുക്കുക. y തന്നെ, y തന്നെ, ഒരു മാറ്റവും വേണ്ട. y1 എത്രയാണ് ഇവിടെ? ഇതാ 0. അപ്പൊ y മൈനസ് y1 എന്ന് മാറിയിട്ട് y മൈനസ് 0 സമം m നമുക്കറിയാലോ എന്താ അവിടെ? 1 ഇൻറ്റു ബ്രാക്കറ്റ് ഇട്ടാൽ ഇൻറ്റു എന്നാണ് ഇവിടെ. 1 ഇൻറ്റു എന്നാണ്. ആ ഗുണിക്കുന്ന ചിഹ്നം ഇടണം എന്ന് നിർബന്ധമല്ല. എക്സ് തന്നെ മൈനസ് x1 എന്താണ്? 0. ഈസി ആണല്ലോ, ഇത്രയുള്ള പരിപാടി. വൈയിൽ നിന്ന് 0 പോയാൽ y തന്നെ, വൈയിൽ നിന്ന് 0 പോയാൽ y തന്നെ. 1 ഗുണിക്കണം എന്നല്ല ഇവിടെ. 1 കൊണ്ട് ഗുണിച്ചാൽ എന്തെങ്കിലും സംഭവിക്കോ? ഒന്നും സംഭവിക്കില്ല. അപ്പൊ പിന്നെ അത് വിടുക. x മൈനസ് 0 എന്താ? x തന്നെ. അപ്പൊ y is equal to x. y is equal to x എന്നുള്ളതാണ് ഈ വരയുടെ സമവാക്യം. ഇതാണ് ഇക്വേഷൻ ഓഫ് ലൈൻ, വരയുടെ സമവാക്യം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇത്രയുള്ള പരിപാടി ഈസി ആണല്ലോ. ഒരു കാര്യം മനസ്സിലാക്കുക, ഇക്വേഷൻ ഓഫ് ലൈൻ എന്ന് പറയുന്നത് y is equal to എന്നുള്ള ഫോമിൽ തന്നെ ആവണമെന്ന് നിർബന്ധം ഇല്ല. ഇക്വേഷൻ ഓഫ് ലൈനെ നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ എഴുതാം. ഇങ്ങനെ എഴുതി നിർത്തിയാൽ വലിയ കുഴപ്പങ്ങളില്ല. പക്ഷെ ഏറ്റവും നല്ലത് എന്താ? ഈ y കൂടി അങ്ങോട്ട് കൊണ്ടുപോകുക, അപ്പുറത്തെ സൈഡിൽ എക്സിന്റെ അടുത്തേക്ക്. അപ്പൊ ഈ വൈയുടെ സ്ഥാനം എന്താവും? 0 ആവില്ലേ? അങ്ങനെ നിൽക്കട്ടെ. സമം എക്സ് അവിടെ തന്നെ ഉണ്ടല്ലോ, അതാണ് നോട്ടെ. ഈ പ്ലസ് വൈ ഇത് പോസിറ്റീവ് അല്ലേ? അങ്ങോട്ട് പോയാൽ എന്താവും? മൈനസ് വൈ. ഇങ്ങനെ എഴുതുകയാണ് കുറെ കൂടി നല്ല കാര്യം. ഇങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ ആണല്ലോ? രണ്ട് രീതിയിലും എഴുതാം. ഇത് ഏറ്റവും നല്ല രൂപം. ഓക്കെ അല്ലേ? ഓക്കെ, ഇതൊന്ന് മനസ്സിലാക്കുക. രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. സ്ലോപ്പും ഇക്വേഷൻ, ചെരിവും സമവാക്യവും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് പേജ് നമ്പർ 245 ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ചേ. ഇത് നമ്മുടെ ടെസ്റ്റില് ലൈൻ മാത്ത് അഥവാ വരക്കണക്ക് കണ്ടിട്ട് വരുന്ന ഒരു പോയിന്റ് ആണ്. ആ ഒരു പോയിന്റിൽ ഉൾപ്പെടുന്ന ചോദ്യമാണ്. ഈ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ ഐഡിയ അല്ല ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ചോദ്യങ്ങൾ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഞാൻ ഉപയോഗിക്കുന്നത് മറ്റൊരു വഴിയാണ്. ഇപ്പൊ നമ്മൾ ചെയ്ത വഴി ഉപയോഗിച്ച് എങ്ങനെ ഇപ്പൊ ഈ ഭാഗത്തുള്ള ചോദ്യങ്ങൾ കൂടി ചെയ്യാം. 245 പേജിലുള്ള ചോദ്യങ്ങൾ കൂടി ചെയ്യാം. ഓക്കെ, അപ്പോ ടെക്സ്റ്റ് ബുക്കിലുള്ള വഴിയല്ല നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് യാതൊരു കുഴപ്പവുമില്ല. ഉപയോഗിക്കുന്ന വഴി നിലവിലുള്ളതായാൽ മതി, നമുക്ക് മാർക്ക് കിട്ടും. ഓക്കെ ആണല്ലോ? ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ട, പഠിച്ചത് വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളൊരു ഐഡിയയിലാണ് ഞാൻ ഈ രീതിയിൽ ചെയ്യുന്നത്. ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് other 2 points on the line joining -1 4 1 2 -1 4 and 1 2. എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ രണ്ട് പോയിന്റുകൾ, ബിന്ദുക്കൾ യോജിപ്പിച്ചാൽ കിട്ടുന്ന വരയിലെ മറ്റു രണ്ട് ബിന്ദുക്കൾ കൂടി കണ്ടുപിടിക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് ഇതിങ്ങനെ രണ്ട് പോയിന്റ്, ഇത് യോജിപ്പിച്ചാൽ ഇങ്ങനെ ഒരു വര കിട്ടുമെങ്കിൽ ഈ വരയിലുള്ള ഒന്നുകിൽ ഇവിടെ ആവാം, അല്ലെങ്കിൽ ഈ വര ഇങ്ങനെ നീട്ടി വരയ്ക്കാം. ഏതെങ്കിലും സൈഡിലേക്ക് വേണമെങ്കിൽ നീട്ടി വരയ്ക്കാം. ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ഉള്ള രണ്ട് പോയിന്റുകളുടെ ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ കൂടി നമ്മൾ കണ്ടെത്തണം. ഇത്രയും പരിപാടി. സംഗതി ചോദ്യം മനസ്സിലായില്ലേ? ഇതിൽ എവിടെയെങ്കിലും ഉള്ള രണ്ടെണ്ണം കൂടി നമ്മൾ കണ്ടെത്തണം. അതിനുവേണ്ടി നമ്മൾ നമ്മുടേതായ രീതിക്ക് വരുന്നു. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഉത്തരം എഴുതി തുടങ്ങുമ്പോൾ ചെരിവ് അഥവാ സ്ലോപ്പ് കാണുക. എന്താ ചെരിവ്? y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഇതിനെ ഞാൻ x1 y1 എന്ന് എടുത്താൽ ഇത് x2 y2. സ്വാഭാവികമായിട്ടും പഴയ പരിപാടിയാണിത്, അല്ലെ? ഇങ്ങനെ തന്നെ നമ്മൾ എപ്പോഴും ചെയ്യല്. വന്നേ നോക്കിക്കേ എങ്ങനെ. y2 എന്ന് പറഞ്ഞാൽ ഇവിടെ 2 മൈനസ് y1 എന്ന് പറഞ്ഞാൽ ഇവിടെ 4 ബൈ x2 എന്ന് പറഞ്ഞാൽ ഇവിടെ 1 മൈനസ് x1 എന്ന് പറഞ്ഞാൽ ഇവിടെ -1. ഈ സമവാക്യത്തിലെ മൈനസ്, ഇക്വേഷന്റെ മൈനസ് ആണിത്, -1 മൈനസ് ആണിത്. ഓക്കെ, 2ൽ നിന്ന് 4 കുറച്ചാൽ -2 ബൈ മൈനസ് അടുത്തടുത്ത് വന്നാൽ പ്ലസ് ആവുന്നു. അപ്പൊ -2 ബൈ 2. 2നെ 2 കൊണ്ട് ഹരിച്ചാൽ 1. മുകളിൽ ഒരു മൈനസ്, ഒറ്റ മൈനസേ ഉള്ളൂ. അപ്പോ -1. അടിയിലും മൈനസ് ഉണ്ടായിരുന്നെങ്കിൽ 2 മൈനസും കൂടി ക്യാൻസൽ ആയി പോയേനെ. ഇവിടെ അംശത്തിൽ അഥവാ ന്യൂമറേറ്ററിൽ മാത്രമേ മൈനസ് ഉള്ളൂ. അതുകൊണ്ട് അത് അവിടെ തന്നെ കിടക്കും, എന്നിട്ടും പോവില്ല. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് സ്ലോപ്പ് കിട്ടി, ചെരിവ് കിട്ടിയല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യാ? വരയുടെ സമവാക്യത്തിലേക്ക് വരാം, ഇക്വേഷൻ ഓഫ് ലൈനിലേക്ക് വരാം. ഓക്കെ, ഇക്വേഷൻ ഓഫ് ലൈൻ എന്താ? വരയുടെ സമവാക്യം എന്തായിരുന്നു? സമവാക്യം y മൈനസ് y1 is equal to m into x മൈനസ് x1. നമ്മൾ നേരത്തെ ചെയ്തതല്ലേ, നമുക്ക് ചെയ്യാൻ അറിയാലോ. ഒന്ന് പറഞ്ഞേ. y തന്നെ, ഒരു മാറ്റവും ഇല്ല. y1 ഇവിടെ നോക്കിക്കേ എത്രയാണ്? 4 സമം m എന്ന് പറഞ്ഞാൽ -1 ബ്രാക്കറ്റ് ഇട്ടിട്ട് x തന്നെ മൈനസ്
x1 എന്താ -1 അല്ലേ. y -4 തൽക്കാലം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് അങ്ങനെ നിൽക്കട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് വഴി ഉണ്ടാക്കാം. സമം ഇതെങ്ങനെ ഗുണിക്കുക? അതിന് മുമ്പ് ഈ -1 ഇവിടെ തൽക്കാലം നിൽക്കട്ടെ, വേറൊരു കാര്യം ചെയ്യാം. x -1 മൈനസ് എടുത്തെടുത്ത് വന്നാൽ അത് പ്ലസ് ആവും, അപ്പൊ x+1. ഓക്കെ, ഇനി എങ്ങനെ ഇത് ഗുണിക്കുക? ഇവിടെ ഒരു ഗുണനല്ലേ, ഇവിടെ ഇങ്ങനെ തന്നെ ഒന്നും ചെയ്യാല്ല, അവിടെ കട്ടെ. -1 ഇൻറ്റു x+1 ആണല്ലോ ഇത് വായിക്കണ്ടേ. -1 ഗുണിക്കണം x+1. എങ്ങനെയാ ഗുണിക്കുക? ഈ -1 കൊണ്ട് x-നെയും ഗുണിക്കണം, -1 കൊണ്ട് 1-നെയും ഗുണിക്കണം. അപ്പൊ എങ്ങനെയാ ചെയ്യണ്ടേ? x ഗുണിക്കണം -1 ചെയ്യണം, ഇവിടെ പ്ലസ് ആവുന്നുണ്ട്, നമ്മളും പ്ലസ് ഇട്ടു. 1 ഗുണിക്കണം -1 ചെയ്യണം. ക്ലിയർ ആണല്ലോ. ഈ -1 കൊണ്ട് രണ്ടുപേരെയും ഗുണിക്കുക. ഇനി y -4 ഇവിടെ നിൽക്കട്ടെ, അവിടെ നോട്ടെ. ഓക്കെ, ഇനിയോ x ഗുണിക്കണം -1 എന്താ വരിക? -x എന്ന് വരും. +1 ഗുണിക്കണം -1, പ്ലസ് മൈനസ് ഗുണിച്ചാൽ മൈനസ്. അപ്പൊ എന്തായി? -x -1 ഇതുവരെ ക്ലിയർ അല്ലേ? ഒറ്റ കാര്യം ചെയ്താൽ മതി, എന്താ? ഈ y ഇവിടെ നിൽക്കട്ടെ. y എന്നുള്ള രൂപത്തിലാണ് നമുക്ക് ഇത് ആവശ്യം. ഓക്കെ, y സമം എന്നുള്ള രൂപത്തിലാണ് നമുക്ക് ഇവിടെ വരയുടെ സമവാക്യം ആവശ്യം, ഇക്വേഷൻ ഓഫ് ലൈൻ ആവശ്യം. ഓക്കെ ആണോ? അതിനെന്താ ചെയ്യണ്ടേ? ഈ -4 അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അവിടെ ഉള്ളവരൊക്കെ അവിടെ തന്നെ ഉണ്ട്. ഈ -4 അങ്ങോട്ട് പോയാൽ എന്താവും? +4 ആവും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? y സമം -1 + 4 എത്രയാണ്? -1 കൂടെ 4 കൂട്ടിയാൽ 3. ഇവിടെ -x ഉണ്ടല്ലോ, അത് അവിടെ തന്നെ കിടക്കട്ടെ. ഈ രൂപത്തിലാണ് നമുക്ക് എന്ത് വേണ്ടത്? ഇക്വേഷൻ ഓഫ് ലൈൻ, വരയുടെ സമവാക്യം വേണ്ടത്. ഇനിയോ ഇപ്പോഴും നമ്മളോട് ചോദിച്ച ചോദ്യത്തിക്ക് എത്തിയോ? ഇല്ല. നമ്മൾ ഈ വരയിലുള്ള വേറെ ഏതൊക്കെയോ കോർഡിനേറ്റ്സ്, സൂചക സംഖ്യകളാണ് വേണ്ടത് അല്ലെ. വേറെ ഏതോ ബിന്ദുവിന്റെ സൂചക സംഖ്യകളാണ് വേണ്ടത്. അതിനു വേണ്ടി for x = 0, എക്സിന് എന്ത് കൊടുക്കുക? 0 എന്ന് കൊടുക്കുക. അതാരും കൊടുക്കുന്ന നമ്മുടെ ഇഷ്ടം. ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഇവിടെ തരാത്ത എക്സിന്റെ വില എടുക്കുക. ഇവിടെ എക്സിനെ ആരൊക്കെ തന്നിട്ടുണ്ട്? -1 തന്നിട്ടുണ്ട്, +1 തന്നിട്ടുണ്ട്. അതല്ലാത്ത ഏത് വേണേലും എടുക്കാം. x = 0 ആയിക്കോട്ടെ, 0 ഇവിടെ തന്നിട്ടില്ല. x 0 ആണെങ്കിൽ ഈ സമവാക്യം എങ്ങനെയാവും നോക്കിക്കേ. y = 3 - x അല്ലേ, അത് മാറിയിട്ട് എന്താവും? y = 3 - 0. എക്സിന് പകരം 0 കൊടുത്താൽ 3 - 0. അപ്പൊ y എന്ത് വരും? 3-ൽ നിന്ന് 0 പോയാൽ 3 തന്നെ. അപ്പൊ y = 3 അല്ലേ. അപ്പൊ ഇവിടുത്തെ സൂചക സംഖ്യ നമുക്കറിയാലോ, കോർഡിനേറ്റ്. ഒരു കോർഡിനേറ്റ് ഇപ്പൊ നമുക്ക് കിട്ടി, ഒരു സൂചക സംഖ്യ ഇപ്പൊ കിട്ടും. എന്താ? x 0 ആയാൽ y 3 അഥവാ 0,3. ഈസി പരിപാടി അല്ലേ. അടുത്തത് എങ്ങനെ ചെയ്യാം? അവിടെ ചെയ്യുന്നുണ്ട്. എക്സിന് 0 കൊടുത്തു. എക്സിന് ഇവിടെ -1 ഉണ്ട്, ഇവിടെ +1 ഉണ്ട്. അതൊന്നുമല്ലാത്ത, ഈ 3 അല്ലാത്ത ഏതെങ്കിലും x എടുക്കുക. അപ്പൊ ഞാൻ 2 എടുക്കുന്നു. x = 2 എടുക്കുന്നു. അപ്പൊ ഇതെങ്ങനെ മാറും? y = 3 - x എന്നുള്ളത് മാറിയിട്ട് y = 3 - 2. അപ്പൊ y = 1. അപ്പൊ എന്ത് കിട്ടി? x 2 ആവുമ്പോൾ y എന്താവും? 1 ആവും അല്ലേ. അപ്പൊ ഇത് രണ്ടുമാണ് എന്ത്? ഈ വരയിലുള്ള വേറെ ഏതെങ്കിലും 2 ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ, കോർഡിനേറ്റ്സ് അല്ലെ. എനി അതർ പോയിന്റ്സ് ആണ്. ഇതാ കിട്ടിയില്ലേ? 2 എണ്ണം കിട്ടിയില്ലേ? ഇത്രയേ ഉള്ളൂ പരിപാടി. ഈസി ആയിട്ട് നമുക്ക് കിട്ടിയല്ലോ അല്ലേ. ഇത് ചെയ്താൽ മതി. ഇനി ഇത് ശരിയാണോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? ശരിയാണെന്ന് ഞാൻ അപ്പൊ കാണിച്ചു തരാം. അതെങ്ങനെ കാണിച്ചു തരാം? ഇതൊന്ന് നോക്കിക്കോ. ഇവിടെ എക്സിന് എന്താ വില? -1 അല്ലേ. അതേപോലെ ഇത് എടുക്കാം, കുറച്ചുകൂടി ഈസി. ഇവിടെ എക്സിന്റെ വില എന്താ? 1 അല്ലേ. അപ്പൊ ഒന്ന് ആലോചിച്ച്, നമ്മുടെ സമവാക്യം എന്താ? y = 3 - x ആണ്. y = 3 - x. എക്സിന് ഇവിടെ എന്താ വില? 1. അപ്പൊ 3 - 1 എന്നാവും. y = 3 - 1. 3 1 കുറച്ചാൽ എത്രയാണ്? 2. 3 1 കുറച്ചാൽ 2. അപ്പൊ കണ്ടോ, എക്സിന്റെ വില കൊടുത്തപ്പോ വൈയുടെ വില ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടിയത് കണ്ടോ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ ചെയ്തത് തെറ്റല്ല, നമ്മൾ ചെയ്തതാണ് ശരി. ഇത് ചെയ്താലും അങ്ങനെ തന്നെ. എക്സിന് -1 കൊടുത്താൽ നമുക്ക് 4 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ ആണോ? അപ്പോ ഞാൻ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം, നമ്മൾ ഇതുവരെ പഠിച്ച കാര്യം വെച്ചിട്ട് ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. കുറെ കാര്യങ്ങൾ പഠിച്ച് കൺഫ്യൂഷൻ ആവണ്ട. ചെയ്തത് വെച്ചിട്ട് ഇതിനേക്കാൾ ഈസിയായ മെത്തേഡ് ചിലപ്പോൾ ടെസ്റ്റിലുണ്ട്. ഓക്കെ, പക്ഷെ ഇതാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക. കാരണം A B C ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ A ചെരിവ് കാണാനാവും, B ഇക്വേഷൻ ഓഫ് ലൈൻ സമവാക്യം കാണാനായിരിക്കും, C ആയിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുക? പോയിന്റ് കണ്ടുപിടിക്കാൻ. ഇതേപോലെ 2 പോയിന്റ് കണ്ടുപിടിക്കാൻ. അപ്പൊ നമുക്ക് ഇതല്ലേ ഈസി. കാരണം എന്താ? ഇക്വേഷൻ ഓഫ് ലൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് അതിലേക്ക് വരാം. അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് എന്താ വേണ്ടേ? ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ തൊട്ട് താഴെ ഒരു ചോദ്യം കിടക്കുന്നുണ്ട്, അതും കൂടി ഒന്ന് നോക്കാം. എന്താ ചോദ്യം? ഈ 3 പോയിന്റുകളിലെ ബിന്ദുക്കൾ, ഈ 3 ബിന്ദുക്കളും ഒരൊറ്റ വരയിലാണ്, ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് എന്ന് പ്രൂവ് ചെയ്യണം. അത്രയേ ഉള്ളൂ. ഈ 3 കൂടി ഒരു വര വരച്ചാൽ, കൂട്ടിച്ചേർത്തൊരു വര വരച്ചാൽ അതെന്തായിരിക്കണം? ഒരൊറ്റ വര, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു പോയിന്റ് പിടി, ഒന്ന് പിടി എന്ന് വിചാരിക്കാം.
ഇത് മൂന്നും കൂടി കൂട്ടി യോജിപ്പിച്ച് അതൊരു സ്ട്രൈറ്റ് ലൈൻ ആണോ? അല്ല. ഓക്കെ, അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ഇത് മൂന്നും കൂടി കൂട്ടി യോജിപ്പിച്ച് എങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈൻ നേർരേഖ കിട്ടുമെന്നാണ് നമ്മൾ തെളിയിക്കേണ്ടത്. നമുക്കൊന്ന് ചെയ്ത് നോക്കല്ലേ. സിമ്പിൾ ആയിട്ടുള്ള പരിപാടി എന്താ അറിയോ? ഈസിയാണ്. ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സ്ലോപ്പ് ബിറ്റ്വീൻ 1, 2 ആൻഡ് 2, 4 എന്താണ്? 1, 2നും 2, 4നും ഇടയിലുള്ള അല്ലെങ്കിൽ അവ തമ്മിലുള്ള ചെരിവ് കണ്ടുപിടിക്കുക. എങ്ങനെയാണ് ചെരിവ് കണ്ടുപിടിക്കുക? നമുക്കറിയാലോ, അത് ഈസി ആയിട്ട് ചെയ്യാൻ നമുക്കറിയാലോ. എങ്ങനെയാണ് നമ്മൾ ചെരിവ് കണ്ടുപിടിക്കുന്നത്? ഒന്ന് ആലോചിച്ച ചെരിവ് എങ്ങനെ കണ്ടുപിടിക്കുക അല്ലെ? m is equal to y2 minus y1 by x2 minus x1. എന്തുകൊണ്ടാണ് ഞാൻ ഈ 1, 2, 2, 4 എടുത്ത്? ഈ തന്ന മൂന്നിൽ ഏതെങ്കിലും രണ്ടെണ്ണം, അത്രേ ഉള്ളൂ കേട്ടോ. ആദ്യത്തെ രണ്ടെണ്ണം തന്നെ ഞാൻ എടുത്തു എന്ന് മാത്രം. അതുകൊണ്ട് അതിൽ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇത് x1 y1 ആണെങ്കിൽ ഇത് x2 y2. നമ്മൾ ചെയ്ത് നോക്കിയാലോ. y2 എന്ന് പറഞ്ഞാൽ 4 മൈനസ് y1 എന്ന് പറഞ്ഞാൽ 2 ബൈ x2 എന്ന് പറഞ്ഞാൽ 2 മൈനസ് x1 എന്ന് പറഞ്ഞാൽ 1. നാലിൽ നിന്ന് 2 കുറച്ചാൽ 2, 2ൽ നിന്ന് 1 കുറച്ചാൽ 1, 2 ബൈ 1 2 തന്നെ. അപ്പൊ എന്ത് കിട്ടി? ചെരിവ് എന്നുള്ളത് 2 കിട്ടി. ഇതിനെ നമ്മൾ m1 എന്ന് എടുക്കുക. ഒന്നാമത്തെ കാര്യം കൊണ്ട് m1. ഇനി നമ്മൾ ഇവിടെ ഒരു m2 കൂടി കാണാം. എന്താ m2? m2 എന്ന് പറഞ്ഞാൽ അടുത്ത രണ്ടെണ്ണം എന്ന് വെച്ചാൽ ആദ്യത്തെ ഈ രണ്ടെണ്ണം എടുത്തില്ലേ? ഒന്നാമത്തെ രണ്ടാമത്തെ അല്ലേ ഇവിടെ എടുത്ത്? അതുപോലെ രണ്ടാമത്തെ മൂന്നാമത്തെ എടുക്കുക. ഏതൊക്കെയാണത്? 2, 4, 3, 6 ഇവയ്ക്കിടയിലുള്ള സ്ലോപ്പ് ചെരിവ്. അപ്പോഴും സമവാക്യം ഒന്നും മാറ്റില്ല. y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഇത് x1 y1 ആണെങ്കിൽ ഇവിടെ x2 y2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സംഖ്യകൾ കൊടുക്കുക. y2 എന്ന് പറഞ്ഞാൽ 6 ആണ് മൈനസ് y1 എന്ന് പറഞ്ഞാൽ 4 ആണ് ബൈ x2 എന്ന് പറഞ്ഞാൽ 3 ആണ് മൈനസ് x1 എന്ന് പറഞ്ഞാൽ 2 ആണ്. 6ൽ നിന്ന് 4 കുറച്ചാൽ 2 ബൈ 3ൽ നിന്ന് 2 കുറച്ചാൽ 1. 2 ബൈ 1 എന്താ? 2 തന്നെ. ഇപ്പൊ എന്താ ഉണ്ടായേ? നമ്മളിവിടെ ഒരു m1 കണ്ടു, ഇവിടെ ഒരു m2 കണ്ടു അല്ലെ? m1 കണ്ടു, m2 കണ്ടു. രണ്ടിന്റെ പ്രത്യേകത എന്താ? രണ്ടും ഒരേപോലെ അല്ലേ? സെയിം അല്ലേ? ഈക്വൽ അല്ലേ? അപ്പൊ നമുക്ക് പറയാം m1 is equal to m2. അഥവാ രണ്ട് ചെരിവുകളും തുല്യമാണ്. രണ്ട് ചെരിവുകളും തുല്യമാണെങ്കിൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ 3 പോയിന്റും ഒരു സ്ട്രൈറ്റ് ലൈനിലാണ്. ഈ 3 പോയിന്റുകളും ഒരു വരയിൽ ആണ്. അപ്പോ ചെരിവ് തുല്യമായതുകൊണ്ട് ഇവര് 3 പേരും ഒരു വരയിലാണ്. ഈസി ആയിട്ട് ചെയ്യാലോ. ഇത്രയുള്ള പരിപാടി. ഇനി അവരോട് ഇവിടെ ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്. എന്താ? ഈ 3 എണ്ണം ഓക്കെ ഒരു വരയിലായിക്കോട്ടെ. ആ വരയിലുള്ള വേറെ 2 എണ്ണം കൂടി കാണാം. ആ വരയിലുള്ള വേറെ 2 എണ്ണം എങ്ങനെ കാണുക? നമ്മൾ നേരത്തെ ചെയ്തിരുന്നല്ലോ. എങ്ങനെ വേറെ 2 എണ്ണം കാണുക? ഇവിടെ ചെരിവ് നമ്മുടെ ഉണ്ട് 2 അല്ലെ? സ്ലോപ്പ് നമ്മുടെ ഉണ്ട്. ഇനി എന്ത് വേണം? ഇക്വേഷൻ ഓഫ് ലൈൻ, വരയുടെ സമവാക്യം എങ്ങനെ കാണുക? y മൈനസ് y1 is equal to m into x മൈനസ് x1 അല്ലെ? y മൈനസ് y1 ആണല്ലോ. y1 നമുക്ക് ഇവിടെ ഏത് വേണേലും എടുക്കാം. ഇപ്പൊ ആദ്യത്തേല് നമ്മൾ y1 എടുത്തത് 2 ആണ്, രണ്ടാമത്തേല് നമ്മൾ y1 എടുത്തത് 4 ആണ്. ഏത് വേണേലും എടുക്കാം. ഞാൻ ആദ്യത്തെ എടുക്കുന്നു. അപ്പൊ y മൈനസ് y1 എത്രയാണ് ഇവിടെ? 2. ഓക്കെ, സമം m എത്രയാണ്? എവിടെയാണെങ്കിലും കുഴപ്പമില്ല. m എത്രയാണ്? 2 ആണ്. x തന്നെ മൈനസ് x1. ഇവിടെ y1 എടുത്താൽ ഇവിടത്തെ x1 തന്നെ എടുക്കണം. ഓക്കെ, ഇവിടത്തെ y1 എടുത്ത സ്ഥിതിക്ക് ഇവിടത്തെ x1 എന്താ? 1. ഇനി എങ്ങനെ ഇത് ഗുണിക്കുക? ഈ 2നെയും കൊണ്ട് x-നെയും ഗുണിക്കണം, 2നെയും കൊണ്ട് 1നെയും ഗുണിക്കണം. അപ്പൊ y മൈനസ് 2 അവിടെ നിൽക്കട്ടെ. 2 ഗുണിക്കണം x 2x മൈനസ് 2 ഗുണിക്കണം 1 2. ഇനി അവസാനമായി നമുക്ക് y സമം എന്നുള്ള രൂപത്തിലാണ് കിട്ടേണ്ടത്. അതിനു വേണ്ടി എന്തേ ചെയ്യേണ്ടതുള്ളൂ? ഈ മൈനസ് 2നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ ഇവിടെ ഓൾറെഡി ആരുണ്ട്? 2x മൈനസ് 2 ഉണ്ട്. ഈ മൈനസ് 2 അങ്ങോട്ട് പോയാൽ പ്ലസ് 2. അപ്പൊ എന്ത് വരും? y സമം മൈനസ് 2 കൂടെ പ്ലസ് 2 കൂട്ടിയാൽ 0. പിന്നെ ഇവിടെ ആരാ ബാക്കി? 2x. അപ്പൊ y സമം 2x എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഇനിയോ 2 പോയിന്റ് അല്ലേ നമുക്ക് കണ്ടുപിടിക്കാൻ? എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഇതുവരെ വരാത്ത x എടുക്കുക. ഇവിടെ ഇതുവരെ വരാത്ത x 1 2 3 വന്നു. 1 2 3 വന്ന സ്ഥിതിക്ക് ഇനി ഏതെടുക്കാൻ പറ്റിയ? ഒന്നുകിൽ x-ന് 4 എടുക്കാം, അല്ലെങ്കിൽ 0 എടുക്കാം. ഏത് വേണേ എടുക്കാം കേട്ടോ. അപ്പൊ 4x is equal to 0 0 x is equal to 0. y is equal to 2x എന്നുള്ളതിൽ എന്ത് മാറ്റം വരും? y is equal to 2 into x-ന് പകരം 0. അപ്പൊ y is equal to 2 ഗുണിക്കണം 0 0. അപ്പൊ x 0 എടുത്താൽ y-യും 0. x 0 എടുത്താൽ y-യും 0. അപ്പൊ സൂചക സംഖ്യ 0 0 എന്ന് കിട്ടി കോർഡിനേറ്റ്സ്. ഇനി ഇതുപോലെ x-ന് വേറെ ഏതെങ്കിലും തന്നിട്ടില്ലാത്ത എടുത്തിട്ടില്ലാത്ത ഏതെങ്കിലും 4 എടുക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ y is equal to 2x എന്നുള്ളത് മാറിയിട്ട് എന്താവും? y is equal to 2 into 4.
2 × 4 8. അപ്പൊ കോർഡിനേറ്റ്സ് എങ്ങനെയാണ്? x 4 ആവുമ്പോ y 8. ഈസി പരിപാടിയല്ലേ? ഇത്രയേ ഉള്ളൂ. ഈ 3 വിഭാഗത്തിലും കൂടി നിങ്ങൾ ഇത്രേ പഠിക്കേണ്ടതുള്ളൂ. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇതൊക്കെ കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ, ഒരുമിച്ചിട്ടുള്ള ചോദ്യങ്ങൾ വരെ അതുകൂടി ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നോക്കാം. ഇനി ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് വെച്ച ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഡ്രോ XY ആക്സിസ് മാർക്ക് പോയിന്റ്സ് 1, 2 and 3, 5. അതൊന്നും ഞാൻ ചെയ്യുന്നില്ല. എന്താണ് 1, 2, 3, 5 എന്നീ പോയിന്റുകൾ എക്സും വൈ ആക്സിസ് വരച്ച് മാർക്ക് ചെയ്യുക. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. വരയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, പെൻസിൽ സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കണം. ഓരോന്നിന്റെ ഇടയിൽ 1, 2, 3 അല്ലെങ്കിൽ -1, -2, -3 എന്നൊക്കെ എഴുതുന്നതിന്റെ ഇടയിൽ 1 സെന്റിമീറ്റർ ഗ്യാപ്പ് വിട്ട് വരച്ചാൽ ഏറ്റവും നല്ലത്. എന്നിട്ട് കൃത്യമായി മാർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ബി, ഫൈൻഡ് ദി സ്ലോപ്പ് ഓഫ് ദി ലൈൻ പാസിംഗ് ത്രൂ ദി പോയിന്റ്സ്. അതായത് ഈ രണ്ട് പോയിന്റ്സ് 1, 2, 3, 5 എന്നീ പോയിന്റുകൾക്കിടയിലൂടെ ഈ പോയിന്റുകൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന വരയുടെ സ്ലോപ്പ് ചെരിവ് കാണുക. ഈസി ആയിട്ട് കാണാലോ. എങ്ങനെയാണ് സ്ലോപ്പ് കാണുക? m is equal to വീണ്ടും y2 minus y1 by x2 minus x1 കാണാവുന്നല്ലേ ഉള്ളൂ. ഇത് x1 y1 ആണെങ്കിൽ ഇപ്പുറത്തെ x2 y2 അല്ലെ. അപ്പൊ എങ്ങനെ വരിക? y2 എന്ന് പറഞ്ഞാൽ 5 മൈനസ് y1 എന്ന് പറഞ്ഞാൽ 2 ബൈ x2 എന്ന് പറഞ്ഞാൽ 3, x1 എന്ന് പറഞ്ഞാൽ 1. ഓക്കെ, 5ൽ നിന്ന് 2 കുറച്ചാൽ 3 ബൈ 3ൽ നിന്ന് 1 കുറച്ചാൽ 2, 3 ബൈ 2 ആയിക്കോട്ടെ. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? ഫ്രാക്ഷൻ എങ്കിൽ ഫ്രാക്ഷൻ, ഭിന്നസംഖ്യ എങ്കിൽ ഭിന്നസംഖ്യ. നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? ഒരു പ്രശ്നവും ഇല്ല. ഇനി അടുത്തതോ സി ക്വസ്റ്റ്യൻ എന്താ? The x coordinate of the point on this line is 21. What is the y coordinate? ഈ വരയിലെ ഒരു x കോർഡിനേറ്റ്, എക്സിന്റെ സൂചക സംഖ്യയാണ് 21. അങ്ങനെ എനിക്ക് y കണ്ടുപിടിക്കുക. അതെങ്ങനെ കണ്ടുപിടിക്കുക? ഒന്ന് ആലോചിച്ചേ. നമുക്കറിയാം കേട്ടോ എങ്ങനെ. അതിനു വേണ്ടി ഇപ്പൊ നമുക്ക് ചെരിവ് കിട്ടിയില്ലേ, സ്ലോപ്പ് കിട്ടിയില്ലേ, ഇനി വരയുടെ സമവാക്യം കൂടി വേണം, ഇക്വേഷൻ ഓഫ് ലൈൻ കൂടി വേണം. ഒന്ന് ചെയ്യട്ടെ. എങ്ങനെ കാണുക? y minus y1 is equal to m into x minus x1. ഇതാണല്ലോ. നമുക്ക് ചെയ്യാലോ. എങ്ങനെ y minus y1 ചെയ്യാം? y തന്നെ മൈനസ് y1 ഇവിടെ ഉണ്ടല്ലോ. എന്താണ്? 2 ഈക്വൽ ടു m എന്ന് പറഞ്ഞാൽ 3/2 ഇൻറ്റു x തന്നെ ബൈ x1 x മൈനസ് x1 അവിടെ ഉണ്ടല്ലോ 1. ഇതെന്താ ചെയ്യണ്ടേ? ഞാൻ പലവട്ടായി പറയുന്നു. ദാ ഈ 3/2 കൊണ്ട് എക്സിനെയും 3/2 കൊണ്ട് 1നെയും ഗുണിക്കണം. y minus 2 തന്നെ, അതിന് മാറ്റമൊന്നുമില്ല. ഇനിയോ ഈ എക്സ് ഇൻറ്റു 3/2 ചെയ്യണം, അല്ലെങ്കിൽ 3/2 ഇൻറ്റു എക്സ് തിരിച്ചെഴുതിയാലും കുഴപ്പമൊന്നുമില്ല. മൈനസ് 1 ഇൻറ്റു 3/2. ഓക്കെ, രണ്ടും ചെയ്യണം. ഓക്കെ, ഈ 3/2 കൊണ്ട് എക്സും 3/2 കൊണ്ട് 1 ചെയ്യാലോ. y minus 2 അവിടെ നിൽക്കട്ടെ, അതിനെ നമ്മൾ നോക്കണ്ട. എക്സ് ഇൻറ്റു 3/2, എക്സ് ഇൻറ്റു 3 എന്ന് വെച്ചാൽ എന്താ? 3x/2 അവിടെ നിൽക്കട്ടെ, ഒന്നും ചെയ്യണ്ട. 1 ഇൻറ്റു 3/2, 1 കൊണ്ട് ഗുണിച്ചാൽ എന്തെങ്കിലും സംഭവിക്കുമോ? ഒന്നും സംഭവിക്കില്ല. ഇത്രയല്ലേ ഉള്ളൂ പരിപാടി. ഇനിയോ നമുക്ക് ഏത് രൂപത്തിലാണ് വേണ്ടത്? നമുക്ക് ഏത് രൂപത്തിൽ വേണം? y ഈക്വൽ ടു y സമം എന്നുള്ള രൂപത്തിൽ വേണം അല്ലെ. അതിനെന്താ വേണ്ടത്? ഈ -2 അപ്പുറത്തേക്ക് പോകണം. -2 അങ്ങോട്ട് പോകുമ്പോൾ +2 ആവും. അത് അടക്കട്ടെ. ഇവിടെ ഒരു മൈനസ് ഇല്ലേ? എങ്ങനെ മൈനസ് ചെയ്യാം? രണ്ട് ഭിന്നസംഖ്യ എങ്ങനെ മൈനസ് ചെയ്യാം? രണ്ട് ഫ്രാക്ഷൻ എങ്ങനെ മൈനസ് ചെയ്യാം? ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ആൻസറിലും അത് തന്നെ. ഇവിടെ രണ്ടോടത്തും ഡിനോമിനേറ്റർ സെയിം അല്ലേ? അപ്പൊ ആൻസറിലും ആ ഡിനോമിനേറ്റർ അങ്ങനെയാണ് എഴുതി വെച്ചാൽ വേറൊന്നും ചെയ്യണ്ട. എന്നിട്ടോ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ കുറക്കുക. എങ്ങനെയാണ്? അംശങ്ങൾ തമ്മിൽ കുറയ്ക്കുക. ഛേദം തുല്യമാണെങ്കിൽ ഛേദം അങ്ങനെ തന്നെ എഴുതുക, അംശങ്ങൾ തമ്മിൽ പിന്നീട് കുറച്ചാൽ മതി. ഇത് തന്നെയാണ് കൂട്ടുമ്പോൾ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനിയോ ഈ -2 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? +2. ഇങ്ങനെ നിന്നാലും മതി, നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. അത് വേണമെങ്കിൽ ചെറുതാക്കൊക്കെ ചെയ്യാം. പക്ഷെ നമുക്ക് എത്ര ചെയ്തു? നമുക്ക് വൈയുടെ രൂപത്തിൽ വേണം. കിട്ടിയില്ലേ? ഇനി എന്താ നമ്മുടെ ചോദ്യം? നമ്മളോട് ഇക്വേഷൻ ഓഫ് ലൈൻ, വരയുടെ സമവാക്യം കാണാൻ പറഞ്ഞിരുന്നോ? ഇല്ല, നമ്മളോട് വരയുടെ സമവാക്യം കാണാൻ പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ ഇത് എന്തിനാ കണ്ടേ? നമ്മളോട് പറഞ്ഞ ചോദ്യം എന്താ? x 21 ആണ്. അപ്പൊ നമ്മൾ എക്സിനൊരു വാല്യൂ എടുക്കലില്ലേ? വില നമ്മളെ ഏതെങ്കിലും എടുക്കലില്ലേ? അതിന് പകരം നമ്മൾ സാധാരണ ഗതിയിൽ ഇങ്ങനെ സമവാക്യം y ഈക്വൽ ടു എന്ന് കണ്ടിട്ട് എക്സിന് നമ്മളൊരു വില കൊടുക്കുകയില്ല അല്ലെ. ഇവിടെ അങ്ങനെയല്ല. ഇവിടുത്തെ വ്യത്യാസം എന്താ? എക്സിന്റെ വില തന്നിട്ടുണ്ട് എന്താ? 21. അപ്പൊ നമ്മൾ അതന്നെ എടുക്കണം. എങ്ങനെ? 4x ഈക്വൽ ടു 21, എക്സിന് 21 എന്ന് കൊടുക്കുന്നു. അപ്പൊ y സമം ഈ സമവാക്യം എങ്ങനെ മാറും? ഈ സമവാക്യത്തിലെ എക്സിന് പകരം എന്ത് വരും? 21 വരും. അപ്പൊ എങ്ങനെ വരും? 3 ഇൻറ്റു എക്സ്, എക്സിന് പകരം 21 മൈനസ് 3/2 +2 അടക്കട്ടെ. ഏറ്റവും അവസാനം 3 ഇൻറ്റു 21 എത്രയാണ്? 63 മൈനസ് 3/2 +2 ആയിക്കോട്ടെ. ഇനിയോ 63ൽ നിന്ന് 3 കുറച്ചാൽ 60/2 +2. 60ൽ നിന്ന് 60/2 ചെയ്താൽ 30. 60ന്റെ പകുതി 30
പ്ലസ് 2 30 2 കൂട്ടിയാൽ 32. ഇതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? എക്സ് കോർഡിനേറ്റ് 21 ആണെങ്കിൽ, എക്സ് സൂചക സംഖ്യ 21 ആണെങ്കിൽ വൈ സൂചക സംഖ്യ എത്രയാണ്? 32 ആണ്. അപ്പൊ ഇങ്ങനെ കമ്പൈൻ ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ വരാം. ക്ലിയർ ആണല്ലോ? അങ്ങനെയെങ്കിൽ നമ്മൾ ഈ പാഠത്തിലെ അവസാനത്തെ ടോപ്പിക്കിലേക്ക് കിടക്കുന്നു. ഇക്വേഷൻ ഓഫ് സർക്കിൾ അഥവാ വൃത്തത്തിന്റെ സമവാക്യം. വൃത്തത്തിന്റെ സമവാക്യം എന്താണ് ചോദ്യം? എന്താ ഈ ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത്? ഇവിടെ പറഞ്ഞിട്ടുള്ള പ്രധാന കാര്യം, ഇപ്പൊ നമുക്കൊരു വൃത്തം ഉണ്ട്, ഒരു സർക്കിൾ ഉണ്ട്. അതിന്റെ സെന്റർ എന്ന് പറയുന്നത് HK ആണ്. എന്താണ്? സെന്ററിന്റെ സൂചക സംഖ്യകൾ, വൃത്ത കേന്ദ്രത്തിന്റെ സൂചക സംഖ്യകൾ, കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് H ഉം K ഉം ആണെന്ന് വിചാരിക്കുക. ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് R അഥവാ ഇതാണ് ആരം അല്ലെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ വൃത്തത്തിന്റെ സമവാക്യം എന്ന് പറഞ്ഞാൽ, വൃത്തത്തിന്റെ സമവാക്യം അഥവാ ഇക്വേഷൻ ഓഫ് സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്രയേ ഉള്ളൂ. എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ഓക്കെ ആണോ? ഇത് കൂടി പഠിച്ചാൽ നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞു. പക്ഷേ ഈ എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയറും വൈ മൈനസ് കെ ഹോൾ സ്ക്വയറും ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അറിയേണ്ട ഒരു പൊതുവായ രൂപമുണ്ട്, ഒരു പൊതു തത്വമുണ്ട്. അതെന്താ? അതാണ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ. എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നാണ്. ഈ രൂപത്തിൽ വേണം ഈ എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയറിനെയും വൈ മൈനസ് കെ ഹോൾ സ്ക്വയറിനെയും എന്ത് ചെയ്യാൻ? എക്സ്പാൻഡ് ചെയ്ത് വിശദീകരിച്ച് എഴുതാൻ. ഓക്കെ, അപ്പൊ ഇത് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി ചോദ്യങ്ങളോ? ഇതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് ഏറ്റവും പെർഫെക്റ്റ് എക്സാമ്പിൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ അവസാനം, ഈ പാഠത്തിന്റെ അവസാനം വരുന്ന 3 ചോദ്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്കതൊന്ന് വെച്ച് നോക്കിയാലോ എങ്ങനെ ചെയ്യാന്നുള്ളത്. ഒന്നാമത്തെ ചോദ്യം പേജ് നമ്പർ 253 ഒന്നാമത്തെ ചോദ്യം തന്നെയാണ്. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് സർക്കിൾ വിത്ത് സെന്റർ അറ്റ് ദി ഒറിജിൻ ആൻഡ് റേഡിയസ് 5. എന്താണ്? ആധാര ബിന്ദു കേന്ദ്രവും ആരം 5 സെന്റിമീറ്ററുമായ വൃത്തത്തിന്റെ സമവാക്യം കണ്ടെത്തുക. അതിനുശേഷം എന്താ? റൈറ്റ് ദി കോർഡിനേറ്റ്സ് ഓഫ് 8 പോയിന്റ്സ് ഓൺ ദി സർക്കിൾ. ഈ വൃത്തത്തിലെ മറ്റ് 8 പോയിന്റുകളുടെ സൂചക സംഖ്യകൾ കണ്ടെത്തുക. ഈസി ആയിട്ട് കണ്ടുപിടിക്കാം കേട്ടോ. 8 പോയിന്റ് അല്ലേ, നമുക്ക് നിസ്സാരമായിട്ട് കണ്ടുപിടിക്കാണ്. അതടക്കട്ടെ. ആദ്യത്തെ പോയിന്റ് എന്താ? ആധാര ബിന്ദു കേന്ദ്രം അഥവാ ഒറിജിൻ എന്നാണ്. എവിടെ? നമ്മുടെ XY ആക്സിസ് വരയ്ക്കില്ലേ, ഇല്ലേ? ഇതിന്റെ ഒറിജിൻ, ഇതല്ലേ ആധാര ബിന്ദു. നമ്മൾ ഈ വരയ്ക്കുന്ന വൃത്തത്തിന്റെ സർക്കിളിന്റെ കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അപ്പോ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഇവിടുത്തെ HK എന്ന് പറഞ്ഞാൽ അത് 0 0 ആണ് എന്ന് മനസ്സിലാക്കണം. അതെന്താണ്? അത് 0 0 ആണ്. കാരണം ആധാര ബിന്ദു എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? 0 0 അല്ലെ? ഈ സെന്ററിൽ എന്താ വരിക? 0 0. ഓക്കെ, റേഡിയസ് നമുക്ക് തന്നല്ലോ. R is equal to 5. ആരം 5 ആണ്. ഓക്കെ, ഒന്ന് ആലോചിച്ചേ. ആരം 5 എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള നീളം 5 ആവില്ലേ? ഇത് 5 ആയിരിക്കും. ഇതും എത്രയായിരിക്കും? 5 ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും? 5 ആയിരിക്കും. ഇതും 5 ആയിരിക്കും. അതുകൊണ്ട് ഒരു ഉപകാരത്തെ കുറച്ച് എഴുതട്ടെ. എന്നിട്ട് എന്ത് പറഞ്ഞു നമ്മളോട്? ഈ 2 കാര്യങ്ങൾ തന്നിട്ടുണ്ട് നമ്മളോട്. വൃത്തത്തിന്റെ സമവാക്യം അഥവാ ഇക്വേഷൻ ഓഫ് സർക്കിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞു. സമവാക്യം ഇത് കാണാനുള്ള ഒരു ഇക്വേഷൻ നമുക്കറിയാലോ. എന്താ? എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ അല്ലേ? എന്നാ പറഞ്ഞേ, എന്താ എക്സ്? എക്സ് തന്നെ, ഒന്നും നോക്കണ്ട. ഇവിടുത്തെ എച്ച് ഏതാ? നോക്കിക്കോ, എച്ച് ഏതാ? 0 ഹോൾ സ്ക്വയർ പ്ലസ് വൈ തന്നെ മൈനസ് കെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ 0. വൈ മൈനസ് 0 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ എത്രയാണ് ഇവിടെ? 5. അപ്പൊ 5 സ്ക്വയർ. എക്സിൽ നിന്ന് 0 പോയാൽ എക്സ് തന്നെ, അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് വൈയിൽ നിന്ന് 0 പോയാൽ വൈ തന്നെ, വൈ സ്ക്വയർ ഈക്വൽ ടു 5ന്റെ സ്ക്വയർ 25. 5ന്റെ സ്ക്വയർ എത്രയാണ്? 25. ഇത്ര മതി. ഇത് തന്നെയാണ് ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ, വൃത്തത്തിന്റെ സമവാക്യം. ഓക്കെ, ഇതിൽ വെച്ചാൽ മതി. വേണമെങ്കിൽ ഈ പ്ലസ് 25 ഇങ്ങോട്ട് പോന്നാൽ എന്താവും? മൈനസ് 25 ആവും. അപ്പൊ അപ്പുറത്ത് 0 ആവും. ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, രണ്ടും ചെയ്യാം. അത്രയേ ഉള്ളൂ. ഇനി നമ്മളോട് ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ടല്ലോ. എന്താ? ഈ വൃത്തത്തിൽ വരുന്ന പോലെയുള്ള ഒരു 8 പോയിന്റുകൾ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ? അത് ഈസിയാണ്. 4 വളരെ ഈസിയാണ്. ഞാൻ ഇവിടെ ഒരു കാര്യം പറഞ്ഞിരുന്നു. ആരം 5, റേഡിയസ് 5 എന്ന് പറഞ്ഞാൽ ഈ വരകളൊക്കെ എത്രയാണ്? 5 ആണ്. ഇവിടെ 0, ഇവിടെ നിന്നിട്ട് 5. അപ്പൊ ഈ നീളം 5 ആണെങ്കിൽ ഈ പോയിന്റ് എന്തായിരിക്കും? 5 ആയിരിക്കില്ലേ? അല്ലേ? 0 കൂടെ 5 കൂട്ടിയാൽ 5. ഈസി അല്ലേ? അപ്പൊ ഇവിടുത്തെ സൂചക സംഖ്യ എന്താ? കോർഡിനേറ്റ് എന്താ? ഒന്ന് ആലോചിച്ചേ. ഇവിടെ x 5 ആണ്. വൈയോ 0. അപ്പൊ 5 0. അതുപോലെ ഇങ്ങോട്ട് ആലോചിച്ചാൽ ഇവിടെ എന്താ? ചെറിയൊരു വ്യത്യാസം. എന്താ?
-5 0. ഇവിടെ -5 ആണ് വരിക അല്ലെ? 0 നിന്ന് ഇങ്ങോട്ട് വരുമ്പോ മൈനസ് അല്ലേ? മുകളിലേക്ക് വരുമ്പോ ഇവിടെ 5 ആണ്. പക്ഷെ ഇവിടെ y ആണ് 5. ഇവിടുത്തെ x എന്താ? 0 ആണ്. അപ്പൊ x0/5. അടുത്തതോ x0/-5. അതേതാ? ഈ പോയിന്റ് 4 കിട്ടിയോ? 4 കിട്ടിയില്ലേ? ഇനി നമുക്കൊരു 4 വേണം അല്ലെ? ഇതുപോലെ 4 കൂടി വേണ്ടേ? അതെങ്ങനെ കണ്ടുപിടിക്കുക? അതിനിതാ നമ്മുടെ ഈ വരയുടെ സമവാക്യം നമ്മളെ സഹായിക്കും. എങ്ങനെ? ഈ കാര്യം നമ്മളെ സഹായിക്കും. ഇവിടെ ഇതുവരെ എക്സിന് എടുത്തിട്ടില്ലാത്ത വരകൾ കൊടുക്കുക. ഇവിടെ ഈ കിട്ടിയ എക്സിന് എടുത്തിട്ടില്ലാത്ത, ഇവിടെ ഈ കിട്ടിയത് വെച്ച് ഇവിടെ എക്സിന് ഏതൊക്കെ കൊടുക്കുന്നു? 5 കൊടുക്കുന്നു, -5 കൊടുക്കുന്നു, 0 കൊടുക്കുന്നു, 0 കൊടുക്കുന്നു അല്ലെ? ഈ 3 എടുത്തിട്ട് 5, -5, 0 അല്ലാതെ ഏത് വേണേലും എടുക്കാം എക്സിന്. ഇപ്പൊ ഉദാഹരണത്തിന് 4 x = 1. എക്സിന് എന്ത് കൊടുത്തു? 1 എന്ന് കൊടുത്തു. ഇതല്ലേ സമവാക്യം? x² + y² = 25 എന്നല്ലേ? അതിൽ എക്സിന് 1 കൊടുത്താൽ എന്താവും? 1² + y² = 25. അപ്പൊ y² എന്താ? 25 + 1 അങ്ങോട്ട് പോയാൽ -1. അപ്പൊ y² എന്ന് പറഞ്ഞാൽ 24, y എന്ന് പറഞ്ഞാൽ √24. √24 നമുക്കറിയില്ലാതെ നമ്മുടെ വിഷയം അല്ല. അതെന്തോ ആയിക്കോട്ടെ, നമ്മുടെ വിഷയമല്ല. നമുക്ക് കിട്ടിയല്ലോ, സൂചക സംഖ്യ കിട്ടിയല്ലോ. എന്താ? എക്സിന് 1 കൊടുത്തപ്പോൾ y √24. ഈ രീതിയിൽ ഇനി എങ്ങനെ അടുത്ത് കണ്ടുപിടിക്കുക? ഇതല്ലാതെ ഏതെങ്കിലും ഒരു സംഖ്യ കൊടുക്കാൻ എക്സിന് വേണമെങ്കിൽ 2 കൊടുക്കാം. അപ്പൊ എന്താവും? x² + y² എന്നുള്ളത് മാറിയിട്ട് സമം 25 എന്നുള്ളത് മാറിയിട്ട് എങ്ങനെ മാറും? x² എന്നുള്ളത് മാറി 2² + y² = 25. 2ന്റെ സ്ക്വയർ 4 + y² = 25. ഈ 4 അങ്ങോട്ട് പോയാൽ എന്താവും? -4 ആവും. അപ്പൊ 25 - 4. y² എന്ന് പറഞ്ഞാൽ 21. അപ്പൊ y എന്ന് പറഞ്ഞാൽ √21. അപ്പോ എക്സിന് 2 എടുത്താൽ y √21. ഇപ്പൊ 6 ആയില്ലേ? ഇതുപോലെ എക്സിന് 3, 4, 8, 10 എന്തെങ്കിലും കൊടുത്താൽ ഇനിയും കിട്ടും. ഈസി പരിപാടിയല്ലേ? ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മൾ വരയുടെ സമവാക്യത്തെ കണ്ടതിന്റെ വേറെ ചെറിയൊരു മാറ്റമുള്ള രൂപം ഈസി ആയിട്ട് ചെയ്യാലോ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. ഇതിൽ രണ്ടാമത്തെ ചോദ്യം തന്നെ നോക്കുക. 253 എന്താ? ദ സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് ദ ലൈൻ 2, 3 and 4, 7 ആസ് ഡയമീറ്റർ. എന്താണ്? 2, 3 പിന്നെ 4, 7 എന്നീ ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വര വ്യാസമായ ഒരു വൃത്തം വരച്ചിരിക്കുന്നു. അപ്പൊ ഇത് യോജിപ്പിക്കുന്ന ഇങ്ങനെ ഒരു വരയുണ്ടെങ്കിൽ അതെന്താണ്? വൃത്തത്തിന്റെ വ്യാസമാണ്, ഡയമീറ്റർ ആണ്. എന്നിട്ട് എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത്? വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് ദി സെന്റർ ഓഫ് ദി സർക്കിൾ? ഇത് വ്യാസമാണെങ്കിൽ ഇതിന്റെ സെന്റർ, ഇതിന്റെ കേന്ദ്രം ഇതല്ലേ സെന്റർ അഥവാ കേന്ദ്രം അല്ലെ? ആ വൃത്തത്തിന്റെ കേന്ദ്രം എങ്ങനെയാണ്? ഇതിങ്ങനെ യോജിപ്പിച്ച് ഇങ്ങനെ സർക്കിൾ വരച്ചിട്ട് വൃത്തം വരച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കേന്ദ്രം എങ്ങനെ കണ്ടുപിടിക്കുക? ഈസി ആണല്ലോ. എങ്ങനെ കണ്ടുപിടിക്കുക? ഇതല്ലേ പോയിന്റ്. എന്താ വ്യാസവും വൃത്തകേന്ദ്രവും തമ്മിലുള്ള ബന്ധം? നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ചോദ്യത്തിൽ. എന്താ വ്യാസവും വൃത്തകേന്ദ്രവും തമ്മിലുള്ള ബന്ധം? മിഡ് പോയിന്റ്. വ്യാസത്തിന്റെ മിഡ് പോയിന്റ് ആണ് എന്ത്? സെന്റർ ഓഫ് ദി സർക്കിൾ. വൃത്തത്തിന്റെ വ്യാസത്തിന്റെ മധ്യബിന്ദുവാണ് വൃത്തകേന്ദ്രം. വ്യാസത്തിന്റെ മധ്യബിന്ദുവാണ് വൃത്തകേന്ദ്രം. എങ്ങനെ മധ്യബിന്ദു കാണാം? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എങ്ങനെ? x1 + x2/2, y1 + y2/2 അല്ലേ? ഇത് x1 y1 എന്നെടുത്താൽ ഇത് x2y2 അല്ലേ? എന്നാ നോക്കിക്കോ. x1 എന്ന് പറഞ്ഞാൽ 2 പ്ലസ് x2 എന്ന് പറഞ്ഞാൽ 4/2, y1 എന്ന് പറഞ്ഞാൽ 3 പ്ലസ് y2 എന്ന് പറഞ്ഞാൽ 7/2. അപ്പൊ എന്ത് വരും? 2 കൂടെ 4 കൂട്ടിയാൽ 6/2, 7 കൂടെ 3 കൂട്ടിയാൽ 10/2. 6/2 എന്ന് പറഞ്ഞാൽ 3, 10/2 എന്ന് പറഞ്ഞാൽ 5. അപ്പൊ ഇതാണ് വൃത്തകേന്ദ്രം അഥവാ സെന്റർ ഓഫ് ദി സർക്കിൾ. ഈസി ആണ്. ഇതിന് കൂടുതൽ എക്സ്പ്ലനേഷൻസ് വേണ്ട എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് നേരെ അടുത്ത കാര്യത്തിലേക്ക് ഇറങ്ങാലോ. എന്താ ചോദ്യം? സെക്കൻഡ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ഇറ്റ്സ് റേഡിയസ്? എന്താണ് ഇതിന്റെ ആരം? ഇതിന്റെ ആരം എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പൊ നമുക്ക് ഈ കേന്ദ്രം കിട്ടിയില്ലേ 3, 5. അപ്പൊ ആരം കിട്ടി എങ്ങനെ? വൃത്തകേന്ദ്രത്തിൽ നിന്ന് ഇങ്ങോട്ടുള്ള നീളം അല്ലെങ്കിൽ വൃത്തകേന്ദ്രത്തിൽ നിന്ന് ഇങ്ങോട്ടുള്ള നീളം അല്ലെ? ഡിസ്റ്റൻസ്, അകലം. ഇതല്ലേ കണ്ട് ആ നീളം. എങ്ങനെ ഡിസ്റ്റൻസ് അഥവാ അകലം കാണുക? നമുക്കറിയാലോ. ഈ പാഠത്തിലല്ലല്ലോ. ഏത് പാഠത്തിലാണ് നമ്മൾ പഠിച്ചത്? നമ്മളത് 7ാമത്തെ പാഠത്തിൽ സൂചക സംഖ്യകളിൽ പഠിച്ചിട്ടുണ്ട്. എന്താ? √(x2 - x1) + y2 - y1 2. ഇതവിടെ പഠിച്ചിട്ടില്ലേ? ഇവിടെ ശ്രദ്ധിക്കണം. ഇത് x1 y1 ആയിക്കോട്ടെ. ഇതാണോ x2 y2? അത് x2 y2 എന്ന് എടുക്കാൻ പറ്റില്ല. അതെടുത്താൽ ഡയമീറ്റർ ആണ് കിട്ടുക, ആരമല്ല വ്യാസം കിട്ടും. നമുക്ക് ഇവിടെ ഡയമീറ്റർ വേണ്ട, റേഡിയസ് മതി. അപ്പൊ x1 y1 അത് തന്നെ ആയിക്കോട്ടെ. പക്ഷെ ഇതാണ് x2 y2 ചെയ്യല്ലേ? x2 എന്ന് പറഞ്ഞാൽ 3. അപ്പോ
3 മൈനസ് x1 എന്ന് പറഞ്ഞാൽ ഇവിടെ 2, 3 മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് y2 എന്ന് പറഞ്ഞാൽ ഇവിടെ 5 മൈനസ് y1 എന്ന് പറഞ്ഞാൽ ഇവിടെ 3 ഹോൾ സ്ക്വയർ. ഓക്കെ, റൂട്ട് ഓഫ് 3ൽ നിന്ന് 2 കുറച്ചാൽ 1 സ്ക്വയർ പ്ലസ് 5ൽ നിന്ന് 3 കുറച്ചാൽ 2 സ്ക്വയർ. 1ന്റെ സ്ക്വയർ എന്താ 1 തന്നെ പ്ലസ് 2ന്റെ സ്ക്വയർ 4 ഈക്വൽ ടു ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 5 അഥവാ റൂട്ട് 5. അപ്പൊ ഇവിടുത്തെ അകലം ഇതാണ്. ഈ അകലമാണ് റേഡിയസ് അഥവാ ആരം. ആയിക്കോട്ടെ, അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഈ രൂപത്തിൽ ആരം കിട്ടിയ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? വൃത്തകേന്ദ്രം. ഇതാണ് നമ്മുടെ എന്ത് സെന്റർ ഓഫ് ദി സർക്കിൾ. സെന്റർ ഓഫ് സർക്കിൾ അഥവാ വൃത്തകേന്ദ്രം അല്ലെ. ഇനിയോ ഒരു ചോദ്യം കൂടി ഇവിടെ മൂന്നാമത്തെ സി ക്വസ്റ്റ്യൻ ആയിട്ട് ഒന്നും കൂടി ഉണ്ടല്ലോ. എന്താ? റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ. ഈ വൃത്തത്തിന്റെ സമവാക്യം എഴുതുക. വൃത്തത്തിന്റെ സമവാക്യം നമുക്കറിയാലോ. എന്താ? എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് y minus k whole square equal to r square. h k എന്ന് പറഞ്ഞ വൃത്തകേന്ദ്രം ഏതാ? h 3 k 5. k എത്രയാണ്? 5. 3 5. ഇതാണ് h, ഇത് k അല്ലേ? കൊടുക്കല്ലേ? x മൈനസ് h, ന് പകരം 3. അപ്പൊ x മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് k എത്രയാണ്? 5. y മൈനസ് 5 ഹോൾ സ്ക്വയർ സമം r എത്രയാണ്? ആരം റൂട്ട് 5. അപ്പൊ റൂട്ട് 5 സ്ക്വയർ. ഇതോ ഇപ്പോഴാണ് നമ്മൾ പറഞ്ഞ നേരത്തെ കാര്യം ആവശ്യം. എന്താ കാര്യം? a മൈനസ് ബി ഹോൾ സ്ക്വയർ. a മൈനസ് ബി ഇതിൽ എക്ക് പകരമാണ് എക്സ്, ബിക്ക് പകരമാണ് 3. ഓക്കെ ആണോ? എങ്ങനെ a മൈനസ് ബി ഹോൾ സ്ക്വയർ? ഞാൻ പറഞ്ഞത് എ സ്ക്വയർ അല്ലെ. ഇവിടെ എക്ക് പകരം എക്സ് ആവുകൊണ്ട് എക്സ് സ്ക്വയർ മൈനസ് 2ab. 2 തന്നെ. എക്ക് പകരം എക്സ് അല്ലേ? എ അപ്പൊ എക്സ്, എക്ക് പകരം എക്സ്. ബിക്ക് പകരം ഇവിടെ എത്രയാണ്? 3 ആണ്. അപ്പൊ ഇൻറ്റു 3 പ്ലസ് ബി സ്ക്വയർ. ബിക്ക് പകരം 3 ആവുകൊണ്ട് 3 സ്ക്വയർ. ഈ പ്ലസ് ഞാൻ കിട്ടു. ഓക്കെ, ഇനിയോ y മൈനസ് കെ. ഇവിടെ എത്തുമ്പോ എയും ബിയും മാറി. എ എന്ന് പറഞ്ഞാൽ y, ബി എന്ന് പറഞ്ഞാൽ 5 വീണ്ടും. എ സ്ക്വയർ മൈനസ് കെ അല്ല, ഇവിടെ y ആണ്. അപ്പൊ y സ്ക്വയർ മൈനസ് 2ab. 2a എന്ന് പറഞ്ഞാൽ y അല്ലേ? y ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ഇവിടെ 5 ആണ്. പ്ലസ് y സ്ക്വയർ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ സമം. ഇവിടെ സ്ക്വയറും റൂട്ടും ഒരുമിച്ച് വന്നു. സ്ക്വയറും റൂട്ടും ഒരുമിച്ച് വന്നാൽ എന്താ? 2 ക്യാൻസൽ ആവും. ബാക്കി അവിടെ എന്താ ഉള്ളത്? 5. ഓക്കെ, സ്ക്വയറും റൂട്ടും ക്യാൻസൽ ആയി പോയാൽ 5. ഇനി ഒന്ന് നോക്കിക്കേ, പറ്റുന്നോത്തോളം ചെറുതാക്കുക. എക്സ് സ്ക്വയർ തന്നെ. 2x ഗുണിക്കണം 3. 2x ഗുണിക്കണം 3. 2 ഗുണിക്കണം 3 6. അപ്പൊ 6x പ്ലസ് 3 സ്ക്വയർ എത്ര? 9 പ്ലസ് y സ്ക്വയർ തന്നെ. 2y ഗുണിക്കണം 5 എത്രയാണ്? 2 ഗുണിക്കണം 5 10. അപ്പൊ 10y പ്ലസ് 5ന്റെ സ്ക്വയർ 25 സമം 5. ഇനിയോ ഇതിനൊക്കെ ഒന്ന് അടുക്ക് ചിട്ടയിൽ എഴുതി വെച്ചാൽ മതി. ഓക്കെ, എങ്ങനെയാ അടുക്ക് ചിട്ടി വരുത്തുക? അടുക്ക് ചിട്ടി വരുത്താൻ ആദ്യം സ്ക്വയർ ഉള്ളത് എഴുതുക. ഏതൊക്കെ? ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്, അത് ആദ്യം എഴുതുക. ആദ്യം തന്നെയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ പ്ലസ് വൈ സ്ക്വയർ ഉണ്ട്, അപ്പൊ അത് രണ്ടാമത് എഴുതുക. സ്ക്വയർ ഉള്ളവരെ ആദ്യം എഴുതുക. എഴുതിയില്ലേ? പിന്നെ എക്സും വൈ ഉള്ളത്. എക്സ് ഇവിടെ ആരാ? മൈനസ് ആർ എക്സ് ആണ്. ആയിക്കോട്ടെ, മൈനസ് ആർ എക്സ്. വൈയോ മൈനസ് 10 വൈ ആണ്. അപ്പൊ മൈനസ് 10 വൈ. ഇനിയോ സ്ക്വയറും എക്സും വൈ ഒന്നും ഇല്ലാത്തത്. ഇനി സ്ക്വയറും എക്സും വൈ ഒന്നും ഇല്ലാത്തത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു പ്ലസ് 9 ഉണ്ട്, പിന്നെ ഇവിടെ ഒരു പ്ലസ് 25 ഉണ്ട്. സമത്തിന്റെ അപ്പുറത്ത് ഒരു 5 നിൽക്കുന്നുണ്ട്, അത് അവിടെ നിന്നോട്ടെ. ഈസി അല്ലേ? ഇനി എന്താ ചെയ്യേണ്ടത്? ഇതാ ഇവിടെ ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. എക്സ് സ്ക്വയറിനെ ഒന്നും ചെയ്യല്ല, അവിടെ കട്ടെ. വൈ സ്ക്വയറിനെ ഒന്നും ചെയ്യല്ല, അത് അവിടെ കട്ടെ. 6x അവിടെ നിൽക്കും, 10 വൈയും അവിടെ നിൽക്കും. 9ഉം 25ഉം കൂട്ടിയാൽ 34 സമം 5. സമവാക്യാവൻ ചെറിയൊരു കുറവും കൂടി ഇല്ലേ? ഇങ്ങനെ നിർത്തിയാലും കുഴപ്പമില്ല. പക്ഷെ ഏറ്റവും നല്ല രീതി എന്താ? ആ ഭാഗത്ത് 0 വേണം അല്ലെ? ഒരു വശത്ത് 0 ആയിക്കോട്ടെ, അതല്ലേ ഏറ്റവും നല്ല രീതി. അപ്പൊ ആ പ്ലസ് 5 ഇങ്ങോട്ട് വന്നാൽ -5 ആവും. ബാക്കിയുള്ളവർക്കൊന്നും ഒരു മാറ്റവും ഇല്ല. 34 വരെ മാറ്റമില്ല. പ്ലസ് 5 ഇങ്ങോട്ട് വന്നാൽ -5. അപ്പൊ അപ്പുറത്തെ സൈഡ് 0. 34ൽ നിന്ന് 5 കുറച്ചാൽ 29. ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഒരു മാറ്റമില്ല. എക്സ് സ്ക്വയർ വൈ സ്ക്വയർ മൈനസ് ആർ എക്സ് മൈനസ് 10 വൈ എല്ലാം ഒരുപോലെ തന്നെ. ഇതാത്രയുള്ളൂ. ഈസി അല്ലേ? അപ്പൊ ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെ വരാം. ഇനി നമുക്ക് ആ പേജിലെ മൂന്നാമത്തെ ചോദ്യം നോക്കിക്കേ. അതിന്റെ ഒരു ഹിന്ദി ഞാൻ പറഞ്ഞുതരാം, ബാക്കി നിങ്ങൾ ചെയ്യണം. ഓക്കെ ആണോ? എന്താ ചോദ്യം? വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ ഇൻ ദ പിക്ചർ ബിലോ? ചുവടെ കൊടുത്തിരിക്കുന്ന വൃത്തത്തിന്റെ സമവാക്യം എന്താണ്? ഓക്കെ, ഇതാണല്ലോ ചിത്രം. എന്തൊക്കെ വന്നിട്ടുണ്ട്? എന്താ അവിടെ വൃത്തകേന്ദ്രം സോറി ആധാര ബിന്ദു ഒറിജിനിലൂടെ ഇത് കടന്നു പോകുന്നുണ്ട് തന്നിട്ടുണ്ട്. ഇവിടെ എക്സിൽ ഇവിടെ ഒരു സൂചക സംഖ്യ 40 കോർഡിനേറ്റ്, ഇവിടുത്തെ ഒരു കോർഡിനേറ്റ് 0 2 കാര്യങ്ങൾ തന്നിട്ടില്ലേ? നമ്മൾ ആലോചിക്കാം. നമ്മളോട് എന്താ പറഞ്ഞത്? നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് വൃത്തത്തിന്റെ സമവാക്യം അല്ലെ? വൃത്തത്തിന്റെ സമവാക്യം അല്ലേ? അഥവാ ഇക്വേഷൻ ഓഫ് സർക്കിൾ. ഇക്വേഷൻ ഓഫ് സർക്കിൾ കാണാനുള്ള ഇക്വേഷൻ എന്താ? അത് കാണാനുള്ള ഇക്വേഷൻ എന്താ?
എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ അല്ലേ? ഒന്ന് ആലോചിച്ചേ, ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം? നമുക്കിവിടെ എച്ച് കെ വേണം. എന്താ എച്ച് കെ? സെന്റർ ഓഫ് ദി സർക്കിൾ, സെന്റർ ഓഫ് ദി സർക്കിൾ, വൃത്തത്തിന്റെ കേന്ദ്രം അല്ലെ? അടുത്തതോ ആർ, ആരം അല്ലെ? ഇവിടെ ഇതിലേതെങ്കിലും ഒരെണ്ണം തന്നിട്ടുണ്ടോ? ഇല്ല, ഇവിടെ ഒന്നും തന്നിട്ടില്ല. സെന്റർ ഓഫ് ദി സർക്കിൾ, വൃത്തത്തിന്റെ കേന്ദ്രവും തന്നിട്ടില്ല, ആരവും തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഇവിടെ എന്തൊക്കെ കണ്ടുപിടിക്കണം? എച്ച് കെ, അത് നമ്മുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമാണ്. ആർ എന്ന് പറയുന്നത് വേറൊരു ചോദ്യചിഹ്നമാണ്. ഇത് രണ്ടും നമുക്ക് അറിയില്ല. എങ്ങനെ കണ്ടുപിടിക്കാം? എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ? ഈസിയാണ്. ദാ ഈ ലൈൻ, ഈ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്താൽ ഈ കിട്ടുന്നില്ലേ ഈ ലൈന്, അതെന്തായിരിക്കും? അത് ഡയമീറ്റർ ആയിരിക്കും, ഉറപ്പാണ്. അത് വ്യാസമായിരിക്കും. വ്യാസത്തിന്റെ നടുക്കാണല്ലോ എന്ത് വരിക? വൃത്തകേന്ദ്രം വരിക. ഇതിപ്പോ നമ്മൾ നേരത്തെ ചെയ്ത ചോദ്യം പോലെ തന്നെ ഇല്ലേ വ്യാസം? നേരത്തെ നമ്മൾ വ്യാസമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഡയമീറ്റർ ആണെന്ന് തന്നു. ഇവിടെ എന്തില്ല, അത് ഡയമീറ്റർ ആണെന്ന് തന്നിട്ടൊന്നുമില്ല. പക്ഷെ മനസ്സിലാക്കുക, എങ്ങനെ ജോയിൻ ചെയ്താൽ കിട്ടുന്നത് വ്യാസം അഥവാ ഡയമീറ്റർ ആണ്. അപ്പൊ ഇതിന്റെ സെന്ററിലായിരിക്കും എന്ത് വൃത്തകേന്ദ്രം വരിക? എച്ച് കെ വരിക. ബാക്കി നമുക്കറിയാലോ, മധ്യബിന്ദു മിഡ് പോയിന്റ് ഇരിക്കുക. പിന്നെ ആരെ കണ്ടുപിടിക്കുക? ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചിട്ട് ചെയ്യാലോ. അകലത്തിന്റെ സമവാക്യം വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, നേരത്തെ ചെയ്ത പോലെ തന്നെ ചോദ്യം ഒന്ന് വേറെ രീതിയിൽ ചോദിച്ചതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഈ പാഠത്തിൽ നിന്ന് നിങ്ങൾ പ്രധാനമായും പഠിക്കേണ്ടത്. അടുത്ത ക്ലാസ്സിൽ നമ്മുടെ 9ാമത്തെ പാഠം പോളിനോമിയൽ അഥവാ പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ് എന്തായിരുന്നു? ബഹുപദങ്ങളും സമവാക്യങ്ങളും എന്നുള്ള പാഠവുമായിട്ടാണ് വരുന്നത്. ഓക്കെ അല്ലേ?